നമുക്കൊരു വാക്കുകൂടെ കർത്താവിനെ നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുത്തെ നിറഞ്ഞ സാന്നിധ്യത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ മുമ്പാകെ ഞങ്ങൾ എന്തുള്ളൂ കർത്താവേ? സർവ്വത്തെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവം, അതീവ പരിശുദ്ധനായ ദൈവത്തിന് മുമ്പാകെ ഞങ്ങളൊരു വട്ടപൂജ്യമാണ്, ഒരു സീറോ ആയിട്ട്. കർത്താവേ, ഞങ്ങളെ തന്നെ കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളതിനെ സമ്പൂർണ്ണമായിട്ടും താഴ്ത്തുന്നു. അവിടുത്തെ രക്തത്താലെ ഞങ്ങളെ ഓരോരുത്തരെയും ഫ്രഷ് ആയിട്ട് കഴുകിയാട്ടെ കർത്താവേ. അവിടുത്തെ സ്നേഹത്താലെ ഞങ്ങളെ അളവില്ലാതെ നിറച്ചാട്ടെ. ഞങ്ങൾക്ക് അങ്ങേ കാണുകയും കേൾക്കുകയും ചെയ്യണം. അവിടുത്തോട് പറ്റിച്ചേർന്നിരിക്കണം. അവിടുത്തെ ശബ്ദം കേൾക്കണം. അവിടുന്ന് തന്നെ ഞങ്ങളോട് സംസാരിക്കണം. ഞങ്ങൾ കർത്താവ് വെളിപാട് പുസ്തകത്തിലെ കർത്താവെ ആ ആ പുതിയ ആകാശത്തിലെയും പുതിയ ഭൂമിയൊക്കെ അവകാശമാക്കുന്നവരെ കുറിച്ചും അവകാശമാക്കാത്തവരെ കുറിച്ചും ഒക്കെ ചിന്തിക്കുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ ഹൃദയ പലകമേൽ ഈ വചനങ്ങൾ എഴുതി തരണം. കർത്താവെ, ഞങ്ങൾക്ക് ഇതിൽ ഒരു വെളിപ്പാടായിട്ട്, കർത്താവെ, ഞങ്ങളുടെ അനുഭവമായിട്ട്, ഒരു വിടുതലായിട്ട് കർത്താവെ ഞങ്ങളെ അങ്ങ് നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് സഹായിച്ചാട്ടെ. ഞങ്ങൾ കുറയണം, അവിടുന്ന് വളരണം. ഇല്ല, യേശു കർത്താവിന്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ. നമ്മള് വെളിപാട് പുസ്തകം 21 അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ തന്നെ നമ്മൾ കുറച്ച് നാളായിട്ട്, കുറച്ച് ആഴ്ചകളായിട്ട് തന്നെ സ്റ്റക്കായിട്ടിരിക്കും. അവിടെ ഒരു ലോങ് ലിസ്റ്റ് നമ്മൾ കാണുമായിരുന്നു. നമുക്കറിയാം, വെളിപാട് പുസ്തകം 21 അധ്യായം, റെവലേഷൻ ചാപ്റ്റർ 21 വേഴ്സ് 8. അവിടെ നമ്മൾ എന്താ കണ്ടുകൊണ്ടിരുന്നത്? അവിടെ പുതിയ ആകാശവും പുതിയ ഭൂമിയും, കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു. നമ്മൾ അന്ത്യകാലത്ത് ജീവിക്കുന്നേ. അപ്പോൾ അന്ത്യകാലത്ത് ജീവിക്കുന്ന നമ്മൾ കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. കർത്താവ് വന്നതിന് ശേഷം കർത്താവ് എത്ര വർഷക്കാലം ഇവിടെ ഭൂമിയിൽ കർത്താവ് രാജാവായിട്ട് ഭരിക്കും? 1000 വർഷക്കാലം. സഹസ്രാബ്ദ വാഴ്ച, മില്ലിനിയൽ റെയിൻ. മില്ലിനിയം എന്ന് പറഞ്ഞാൽ എന്താ? 1000 ഇയേഴ്സ്. മില്ലിനിയം എന്ന് പറഞ്ഞാൽ. അപ്പം സഹസ്രം എന്ന് പറഞ്ഞാൽ എന്താ? സഹസ്രം മീൻസ് 1000. അബ്ദം എന്ന് പറഞ്ഞാൽ വർഷം. സഹസ്രാബ്ദം, 1000 വർഷക്കാലം കർത്താവ് ഈ ഭൂമിയിൽ രാജാവായിട്ട് വാഴുമ്പോൾ കർത്താവിന്റെ കൂടെ വാഴാനായിട്ട് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. അങ്ങനെ ആ വാഴുക എന്നുള്ള വാക്ക് നമ്മൾ നിക്കാവോ എന്ന് പറഞ്ഞ ആ ഗ്രീക്ക് വാക്ക് നമ്മള് ബൈബിളില് 16 ഇടങ്ങളിൽ, അതായത് വെളിപാട് പുസ്തകത്തിൽ തന്നെ 16 തവണ, മൊത്തവും ന്യൂ ടെസ്റ്റ്മെന്റില് നിക്കാവോ എന്ന് പറഞ്ഞ ഗ്രീക്ക് വാക്ക്, ഗ്രീക്കിലാണ് പുതിയ നിയമം എഴുതപ്പെട്ടിട്ടുള്ളത്. പുതിയ നിയമത്തിൽ 28 തവണ ആ വാക്ക് പറയുന്നത്, 16 തവണയും വെളിപാട് പുസ്തകത്തിലാണെന്നും അതിൽ 8 തവണ 7 സഭകളോടുള്ള ദൂതിലാണെന്നുള്ള കാര്യവും ആ റെഫറൻസസ് എല്ലാം നമ്മൾ വീണ്ടും 16 റെഫറൻസസും എല്ലാം നമ്മൾ കണ്ടു. നമ്മൾ റെഫറൻസസ് എല്ലാം കണ്ടു. എന്നാൽ ഇന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വാഴുന്നവരാണോ? നമ്മൾ എന്തിന്റെ മേലാണ് വാഴേണ്ടത്? പാപത്തിന്റെ മേലെ വാഴണം. കർത്താവ് ദൈവം ആദാമിനെ സൃഷ്ടിച്ചതിന് ശേഷം എന്താ ആദ്യം പറയുന്നേ? നീ വാഴുക എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. എവിടെ പറയുന്നേ? ഉൽപ്പത്തി പുസ്തകം ജെനസിസ് ചാപ്റ്റർ 1 ആഫ്റ്റർ ക്രിയേറ്റിംഗ് ആദമിനെ സൃഷ്ടിച്ചതിന് ശേഷം എന്താ പറയുന്നേ? നീ യു ഹാവ് ടു റൂൾ ഓവർ എവറിത്തിങ്. എല്ലാത്തിനെയും വാഴാനായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിയുടെ മകുടം എന്ന് പറഞ്ഞാൽ എന്താ? കിരീടം. സൃഷ്ടിയുടെ കിരീടമായിട്ട്, സൃഷ്ടിയുടെ ഏറ്റവും ഉദാത്തമായ സൃഷ്ടിയായിട്ട് എല്ലാ ജീവജാലങ്ങളെ എല്ലാം ദൈവം സൃഷ്ടിച്ചു എന്ന സൃഷ്ടിയുടെ ഉദാത്ത സൃഷ്ടിയായിട്ട്, എല്ലാം ഏറ്റവും ഉത്തമ സൃഷ്ടിയായിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. 6-ാം ദിവസത്തിന്റെ അവസാന പകുതിയിൽ, 6-ാം ദിവസത്തിന് ആദ്യ പകുതിയിലായിരുന്നു ആരെയൊക്കെ സൃഷ്ടിച്ച്? മൃഗങ്ങളെ സൃഷ്ടിച്ച്. 6-ാം ദിവസത്തില് അതിനുശേഷമാണ് മനുഷ്യനെ, ആദാമിനെയും ഹവ്വയെയും സൃഷ്ടിക്കുന്നത്. ആദാമിനെയും ഹവ്വയെയും സൃഷ്ടിക്കുന്നതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനൊക്കെ 2-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നത്. 1-ാമത്തെ അധ്യായത്തിൽ സൃഷ്ടിച്ചു എന്ന് വായിച്ചിട്ട് എങ്ങനെയാണ് ആദാമിനെ വാരിയിൽ നിന്ന് എടുത്താണ് സൃഷ്ടിച്ചത്, ആദാമിനെ ഒരു ഗാഢനിദ്രയിലാഴ്ത്തി വാരിയിൽ നിന്നാണ് സൃഷ്ടിച്ചതെന്നുള്ള കാര്യമൊക്കെ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം സൃഷ്ടിച്ചതിന് ശേഷം ദൈവം എന്താ പറഞ്ഞേ? നീ ഫ്രൂട്ട്ഫുൾ ആൻഡ് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു. 28-ാമത്തെ വാക്യം, 26, 27, ഉൽപ്പത്തി 1-ാം അധ്യായം. നമ്മളിപ്പോ എവിടെ, കറന്റ് ലൊക്കേഷൻ എവിടെയാന്ന് ചോദിച്ചാൽ ജെനസിസ് ചാപ്റ്റർ 1. അവിടെ 26-ാമത്തെ അധ്യായം, 26-ാമത്തെ വാക്യം, 26, 27 വാക്യത്തിൽ 4 തവണ പറയുന്നൊരു കാര്യം നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്താ 26, 27 വാക്യങ്ങളിൽ 4 തവണ ഒരു കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അത്രമാത്രം എംഫസൈസ് ചെയ്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് കർത്താവ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതായത് ദൈവത്തോടുള്ള ഒരു കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഒരു സാധ്യതയുമായിട്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. വേറെ ഒരു സൃഷ്ടിക്കും അങ്ങനെ ഒരു സാധ്യതയില്ല. ഈവൻ മാലാഖമാര്, ദൂതന്മാർക്ക് പോലും അങ്ങനെ ഒരു ദൈവമായിട്ടുള്ള ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു സ്നേഹബന്ധം, ഒരു ഫെലോഷിപ്പ്, ആ ഒരു ആഴത്തിൽ ആത്മാവിലുള്ളൊരു കൂടിച്ചേരലാണ് ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതിൻ്റെ ഒരു സാധ്യത ദൂതന്മാർക്ക് പോലും ഇല്ലായിരുന്നു. എന്നാൽ ദൈവം മനുഷ്യനെ അങ്ങനെ ഒരു
ദൈവ ദൈവം തൃത്വമായിരിക്കുന്നത് പോലെ, ദൈവം ത്രിയേക ദൈവമായിരിക്കുന്നത് പോലെ, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവായിരിക്കുന്നത് പോലെ നമ്മളിൽ ഒരു തൃത്വം വെച്ചു. നമ്മളിലുള്ള തൃത്വമൊക്കെ നമ്മൾ വായിക്കാറുണ്ട്. എവിടെ? 1 തെസ്സലോനിക്കർ 5:23 വായിക്കുന്ന തൃത്വം എന്താണ്? സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി. ആത്മാവ്, ദേഹി, ദേഹം. അപ്പൊ ആത്മാവ്, ദേഹി, ദേഹം, അങ്ങനെ ആത്മാവ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ദൈവവുമായിട്ട് ആത്മാവിൽ കൂടിച്ചേരുവാൻ. ഇന്നിപ്പോൾ നമ്മളിപ്പോൾ പാട്ടിൽ പാടി "നിൻ മാർവോട് ചേരട്ടെ ഞാൻ യേശുനാഥ" എന്നേരെന്ന് പറയുമ്പോൾ നമ്മളെ ദേഹത്തിലോ ദേഹിയിലോ അല്ല, മറിച്ച് ആത്മാവിലാണ് യേശുവിനോട് ഇന്ന് പറ്റിച്ചേരുന്നത്. ഇനിയിപ്പോൾ പുനരുദ്ധാന ശരീരം കിട്ടുമ്പോൾ പുനരുദ്ധാന ശരീരത്തോടെ നമുക്ക് കർത്താവിനോട് ചേർന്നിരിക്കാം. എന്നാൽ ഇന്ന് നമ്മൾ ആത്മാവിലാണ് കർത്താവിനോട് ചേർന്നിരിക്കുന്നത്. അപ്പൊ ആത്മാവില് ദൈവം ആത്മാവാകുന്നു. ദൈവത്തെ ആരാധിക്കുന്നവൻ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്ന് ആരോട് പറഞ്ഞു? യേശു കർത്താവ് ശമരിയ സ്ത്രീയോട് എവിടാ പറഞ്ഞേ? യോഹന്നാൻ. യോഹന്നാൻ 4:24 വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അപ്പൊ ആത്മാവില് ആണ് ആരാധിക്കേണ്ടത്. ആത്മാവിലാണ് കർത്താവിനോട്, ആത്മാവാകുന്ന ദൈവത്തെ ഇവിടെ നമുക്ക് പറ്റിച്ചേരുന്ന ഇരിപ്പാൻ ഒക്കെയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ദൈവം തന്റെ സ്വരൂപത്തിലെ സാദൃശ്യത്തിൽ മനുഷ്യൻ സൃഷ്ടിച്ചെന്ന് എവിടെ ഇപ്പൊ നമ്മൾ വായിച്ച ഉൽപ്പത്തി, കറന്റ് ലൊക്കേഷൻ ഉൽപ്പത്തി 1:26-27 വാക്യങ്ങൾ. ദൈവത്തിന്റെ സ്വരൂപത്തിലെ സാദൃശ്യത്തിലൊന്ന് വായിച്ചിട്ട് അതിട്ട് 28 വാക്യത്തില് ദൈവം അവരെ അനുഗ്രഹിച്ചു, സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതികളിന്മേലും. നമ്മൾ ഏത് വാക്യം വായിക്കുന്നു? ഉൽപ്പത്തി 1:28 എല്ലാത്തിന്മീതെ എന്ത് ചെയ്യണം? ആകാശത്തിലെ പർവ്വജാതികളിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. എന്ത് ചെയ്യാനാ കൽപ്പിച്ച്? വാഴുവിൻ. നമ്മളിപ്പം ഉൽപ്പത്തി പുസ്തകത്തിൽ വാഴുവിന്ന് ദൈവം മനുഷ്യനോട് പറയുവാണ്. ഇത് ദൈവം ആദ്യമായിട്ട് മനുഷ്യനോട് പറയുമ്പം നീ ഫ്രൂട്ട്ഫുൾ ആൻഡ് മൾട്ടിപ്ലൈ ആകണം, സന്താനപുഷ്ടിയുള്ളവരായി പെരുകണം, അത് കഴിഞ്ഞിട്ട് വാഴണം. റൂൾ ഓവർ എവറിത്തിങ്. ഇന്നും ദൈവം മനുഷ്യനെ വാഴുവാനായിട്ട് എന്ന് പറയുമ്പോൾ ഇന്ന് ശാപഗ്രസ്തമായിട്ടുള്ള ഈ ഭൂമിയിൽ ദൈവം നമ്മൾ പാപത്തിന്റെ മേല് നമ്മൾ വാഴണം. പാപം എന്ന് പറയുമ്പോൾ അവിടെ 3 കാറ്റഗറി ആയിട്ട് നമ്മൾ പറയാറുണ്ട്. നമ്മൾ പറയുന്നില്ല, വചനത്തിൽ പറയുന്നുണ്ട്. കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്നുള്ള കാര്യം നമ്മൾ പറയുന്നുണ്ട്. പിന്നെ ഈ നമ്മൾ കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപമൊക്കെ നമ്മുടെ ജഡത്തിലാണ് ഉള്ളത്. അപ്പൊ ആ ജഡത്തെ വാഴണം. പിന്നെ ഈ ജഡത്തെ വശീകരിക്കാനായിട്ടുള്ള ഒരു ലോക വ്യവസ്ഥയുണ്ട്. ആ ലോക വ്യവസ്ഥയിലും ഈ കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപമാണ് ഈ ലോകത്തിലുള്ളതെന്ന് 1 യോഹന്നാൻ 2:16 നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ ആ ലോകത്തെ നിയന്ത്രിക്കുന്ന പിശാച്, ലോകം ജഡം പിശാച്, അല്ലെങ്കിൽ ജഡം ലോകം പിശാച്. അപ്പൊ പാപത്തെ വാഴുക എന്ന് പറയുമ്പോൾ ജഡത്തെ വാഴുന്നു. ജഡം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ വാഴുന്നു. പിന്നെന്താ? ഈ ലോകവ്യവസ്ഥയും പിശാചിനെയൊക്കെ വാഴുന്ന ഒരു കാര്യം. അപ്പൊ അങ്ങനെ വാഴാനായിട്ടാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യവും നിക്കാവ് എന്നുള്ള വാക്കൊക്കെ നമ്മൾ പലതവണ വായിക്കുകയും ആ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും ആരാണ് കർത്താവിനോട് കൂടി വാഴുന്നത് എന്നുള്ള കാര്യമൊക്കെ ജയിക്കുന്ന വാഴുന്നതെന്നുള്ള കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ ഉൽപ്പത്തി 3:21 ഞാൻ ജയിച്ചതുപോലെ നിങ്ങൾ ജയിച്ചാലാ എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ പറ്റുന്നതെന്ന് വായിക്കുന്നുണ്ട്, ലവോദിക്ക സഭയോടുള്ള ബന്ധത്തിൽ. അപ്പൊ സിംഹാസനത്തിൽ ഇരിക്കുന്നവരാ വാഴുന്നത്. അപ്പൊ ആരാ ഇരിക്കുന്നതെന്ന് വെച്ചാൽ ജയിക്കുന്നവരായിരിക്കുന്നത്. ആ ജയിക്കുന്നവരാണ് ഇതെല്ലാം ഇൻഹെറിറ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യമൊക്കെ നമ്മൾ തിരിച്ചിപ്പം വെളിപാട് പുസ്തകത്തിലേക്ക് വന്നു. വെളിപാട് പുസ്തകം 21 7 വാക്യത്തില് ജയിക്കുന്നവനാണ് ഇതെല്ലാം അവകാശമായിട്ട് ലഭിക്കുന്നത്. അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ ഇന്ന് അന്ന് നമ്മളങ്ങ് വിശ്വാസിയായിട്ടങ്ങ് തുടർന്ന് അന്നങ്ങ് എല്ലാം അങ്ങ് അവകാശമായിട്ട് കിട്ടും എന്ന് നമ്മൾ വ്യാമോഹിച്ചിരുന്നാൽ അന്ന് നമുക്കൊരു ദുഃഖമായിരിക്കും. അപ്പൊ അന്ന് ദൈവം നമ്മളോട് പറയുമോ, നിന്നോട് വചനത്തിൽ തന്നെ വ്യക്തമായിട്ട് ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, പിന്നെ വചനം നീ പലതവണ നിങ്ങളുടെ ബൈബിൾ സ്റ്റഡീസിലെല്ലാം നിങ്ങൾ കേട്ടല്ലോ, അത് കഴിഞ്ഞിട്ടും നിങ്ങൾ അതൊന്നും സീരിയസ് ആയിട്ട് എടുത്തില്ലല്ലോ എന്നൊക്കെ കർത്താവ് അന്ന് നമ്മളോട് ചോദിക്കാനിടയുണ്ടോ? അത് കർത്താവേ, നമുക്ക് യഥാർത്ഥത്തിലൊരു കർത്താവേ, അവിടുന്ന് ആഗ്രഹിക്കുന്ന പോലെ ഒരു ജീവിതത്തിലേക്ക് എനിക്ക് വരണം എന്നുള്ളൊരു വലിയൊരു ദാഹത്തോടെ, വാഞ്ചയോടെ നമ്മളായിരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇനി എന്തെല്ലാം പരാജയങ്ങളോ എന്തെല്ലാം സെറ്റ് ബാക്സ്, വീഴ്ചകളൊക്കെ ഉണ്ടെങ്കിലും കർത്താവ് നമ്മൾ തള്ളിക്കളയത്തില്ല. എൻ്റെ അടുക്കൽ വരുന്നതിനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയിലും ഉപേക്ഷിക്കുകയില്ലെന്നാണ് കർത്താവ് യോഹന്നാൻ 6:37 വായിക്കുന്നത്, അല്ലേ? ജോൺ 6:37. ഞങ്ങളുടെ ഇവിടെ കുഞ്ഞുങ്ങളുടെ റൂമിൽ അവിടെ എഴുതി വെച്ചേക്കുന്ന വാക്യം അതാണ്. ജോൺ 6:37 എൻ്റെ അടുക്കൽ വരുന്നതിന് ഞാൻ ഒരു നാളും
തള്ളിക്കളയുകയില്ല, ഉപേക്ഷിക്കുകയില്ല. യേശു പറയുന്നു, എൻ്റെ അടുക്കൽ വരുന്ന ആൾ, ഐ വിൽ നെവർ കാസ്റ്റ് അവേ, ഹൂവർ കംസ് ടു മീ ഐ വിൽ നെവർ കാസ്റ്റ് അവേ. അപ്പം കർത്താവ് നമ്മളെ തള്ളിക്കളയത്തില്ല. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നീ ഇതുവരെയൊക്കെ തോറ്റിരിക്കുകയാണ്, അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഇത്രയും തോൽവിയുണ്ട്, അതുകൊണ്ട് എനിക്ക് നിന്നെ വേണ്ടാന്ന് കർത്താവ് പറയത്തില്ല. എന്നാൽ കർത്താവെ ജയിക്കണം എന്നാണല്ലോ അവിടുത്തെ ആഗ്രഹം. എന്നെ കൊണ്ട് അത് സാധിക്കുന്നില്ല വേണ്ടവണ്ണം, കർത്താവിനെ സഹായിക്കണേ എന്നൊരു നിലവിളിയോടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് നമ്മൾ അടുക്കുകയാണെങ്കിൽ കർത്താവ് നമ്മളെ സഹായിക്കും. ഒരു ചെറിയ അളവിലെങ്കിലും പതുക്കെ ജയിച്ചു തുടങ്ങാനും അധികമായിട്ട് ജയിക്കുവാനും ഒക്കെ ദൈവം നമ്മളെ സഹായിക്കും. നമ്മൾ ആരും പൂർണ്ണരായിട്ടില്ല. പാപരഹിതമായ പൂർണ്ണതയൊക്കെ കർത്താവ് വരുമ്പോഴേ ഉള്ളൂ. എന്നാൽ ദൈവം നമുക്ക് വെളിച്ചം തന്നിട്ടുള്ള പാപങ്ങളുടെ മേലെ വാണുകൊണ്ട് ജീവിപ്പാനൊക്കെ ദൈവം നമ്മളെ അധികമായിട്ട് സഹായിക്കും. അപ്പോൾ അതാണ് നമ്മളിവിടെ ജയിക്കുന്നവന്, ഉൽപ്പത്തി 21-ന്റെ 7-ാമത്തെ ഭാഗത്തിൽ ജയിക്കുന്നവനാണ് ഇതിൽ അവകാശം ലഭിക്കുന്നത്. ജയിക്കാത്തവന് എവിടെ ആയിരിക്കും എന്നുള്ള കാര്യമാണ് തൊട്ടടുത്ത വാക്യത്തിൽ നമ്മൾ വായിച്ചത്. എന്താ ജയിക്കാത്തവന്? റെവലേഷൻ, വെളിപാട് പുസ്തകം 21-ന്റെ 8-ാമത്തെ ആ ഒരു ലിസ്റ്റിലാണ് നമ്മൾ കുറച്ച് ആഴ്ചകളായിട്ട് ഇരുന്നത്. അപ്പം അതിനകത്ത് നമ്മൾ ഭീരുക്കളാണ്. ഭീരുക്കൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഭീരുത്വം ഉണ്ട്, അതുകൊണ്ട് നമ്മൾ നിത്യാനഗതി പോകുന്നു പറഞ്ഞ ആരും ഒരു കുറ്റബോധത്തിലേക്കൊന്നും അടിമപ്പെട്ട് പോകരുതെന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. നമ്മുടെ എല്ലാവരുടെയും ജഡത്തിലുള്ളൊരു കാര്യമാണ് ഈ ഭീരുത്വം. എന്നാൽ നമ്മൾ ആ ഭീരുത്വത്തിന് അങ്ങ് അടിമപ്പെട്ട് ആ ജഡത്തിന് വിധേയമായിട്ട് അങ്ങനെ അങ്ങ് പോയി കർത്താവിനെ തന്നെ തള്ളിപ്പറഞ്ഞ് വിശ്വാസവും വിട്ടുപോയി, അങ്ങനെ രക്ഷ നഷ്ടപ്പെട്ടു പോയി, അങ്ങനൊരു തീപ്പൊയ്കയിലേക്ക് പോകാനുള്ളൊരു സാധ്യത അവിശ്വാസികൾ ഉണ്ട്. പിന്നെ വിശ്വാസത്തിൽ നിന്ന് വീണു പോകുന്നതിനെ കുറിച്ചുള്ളൊരു വാർണിംഗ്, മുന്നറിയിപ്പ് നമ്മൾ വചനത്തിലുടനീളം കാണുന്നുണ്ട്. 2 തെസ്സലോനിയർ 2-ന്റെ 4-ാമത്തെ വാക്യത്തിൽ അപ്പോസ്റ്റസി അല്ലെങ്കിൽ വിശ്വാസത്യാഗത്തെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വിശ്വാസം ത്യജിച്ച് വിശ്വാസത്തിൽ നിന്ന് വീണു പോകുന്നവരൊക്കെ അനേകരുണ്ട്. അവസാനത്തോളം പിടിച്ചു നിൽക്കുന്നവർ രക്ഷിക്കപ്പെടുമെന്ന് കർത്താവ് മത്തായി 24-ന്റെ ഏതൊക്കെ വാക്യത്തില്ല? 12-13 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവസാനത്തിൽ ഹി ഹു എൻഡ്യൂസ് ടിൽ ദ എൻഡ്. അപ്പം അവസാനത്തോളം പിടിച്ചു നിൽക്കാതെ പിന്നീട് കുറച്ചൊക്കെ കുറേയൊക്കെ ചെയ്തു, ഇനിയിപ്പം മടുത്തു, ഇതൊക്കെ അങ്ങ് വിട്ടിട്ട് കളയാം എന്ന് പറഞ്ഞ് വീണു പോവുകയാണെങ്കിൽ നമുക്കായിരിക്കും നിത്യമായിട്ടുള്ളൊരു നഷ്ടം. ഇപ്പം അപ്പം അങ്ങനെ തീപ്പൊയ്കയിലേക്ക് പോകുന്ന ആ ഒരു കൂട്ടരെ കുറിച്ച് ഇവിടെ 21-ന്റെ 8-ാമത്തെ വാക്യത്തിൽ. അപ്പം നമ്മൾ ഭീരുക്കൾ, അവരൊക്കെ വിശ്വാസികൾ, അവരൊക്കെ അങ്ങനെ നരകത്തിലോട്ട് പോകും എന്നൊരു ലഘുബുദ്ധിയോട് പറയാനല്ല, മറിച്ച് നമ്മളുടെ ജീവിതത്തിൽ കർത്താവെ ഈ ഭീരുത്വത്തിന്റെ എന്തെങ്കിലും ഒരു കണികയുണ്ടോ? അവിടുന്ന് കർത്താവെ എൻ്റെ ജീവിതത്തിലേക്ക് അവിടുത്തെ വലിയൊരു ടോർച്ച് ലൈറ്റ്, വലിയൊരു വെളിച്ചം വീശണമേ. എൻ്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു ഭീരുത്വത്തിൽ, ഒരു ടിമിഡിറ്റിയിൽ ഞാൻ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടോ? മനുഷ്യരെ പേടിച്ച് ഞാൻ കർത്താവിനെ തള്ളി പറയുന്നുണ്ടോ? അല്ലെങ്കിൽ കർത്താവിനെ വേണ്ടവണ്ണം സാക്ഷിക്കാതിരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലയിൽ ആകുല ചിന്തകളും ഭീരുത്വവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ അലട്ടി നമ്മളെ അങ്ങ് അമക്കി കളയുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കണം. അപ്പം നമ്മൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിശ്വാസത്തെക്കുറിച്ച് വായിച്ചു. അപ്പം ഭീരുത്വത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഓൾമോസ്റ്റ് ഫുള്ളായിട്ട് പറഞ്ഞൊരു കാര്യം, ഒരു എക്സാമ്പിളൊക്കെ നമ്മൾ പറഞ്ഞതൊക്കെ നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും ഒന്ന് ക്വിക്കായിട്ട് പറയുന്നത് എന്തിനാ? നമുക്ക് ഓരോരുത്തർക്ക് അത് പെട്ടെന്ന് ഒന്നുകൂടെ കാര്യങ്ങൾ കൂടുതൽ പ്രയോജനപ്പെടാനായിട്ട്. എന്താ, കഴിഞ്ഞ ആഴ്ച ഒരു കപ്പിന്റെ എക്സാമ്പിൾ പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? കപ്പിനകത്ത് എംറ്റി ആയിട്ട് കപ്പ് ഒഴിഞ്ഞിരുന്നാൽ അതിനകത്ത് എന്തുണ്ട്? വായുവുണ്ട്, എയറുണ്ട്. അപ്പം അത് നമ്മളുടെ നെഗറ്റീവ് ഇമോഷൻസ് പോലെ, നമ്മുടെ ഭീരുത്വം, അവിശ്വാസം, ഇതിനകത്ത് പറയുന്നുള്ള ഒരു ദുഷ്ചിന്തകളും ബാക്കി ഓരോ കാര്യങ്ങളും എല്ലാം. അപ്പം ആ ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹൃദയം, അല്ലെങ്കിൽ നമ്മളുടെ ഇവിടെ ഈ ഒരു എക്സാമ്പിളിൽ ഹൃദയം എന്ന് പറയുന്നത് നമ്മുടെ ദേഹിയെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് പറയാം. നമ്മുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു, എന്നാൽ നമ്മുടെ ദേഹിയിൽ നമ്മളുടെ ചിന്തകള്, വികാരങ്ങള്, തീരുമാനങ്ങൾ അടങ്ങുന്ന നമ്മുടെ ദേഹി അല്ലെങ്കിൽ നമ്മുടെ സോളില് എന്താ ഈ ഭീരുത്വവും ആകുല ചിന്തകളും കയ്പുള്ള ചിന്തകളും ദുർമോഹത്തിന്റെ ചിന്തകളും അശുദ്ധമായിട്ടുള്ള ചിന്തകളും അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും. അപ്പം ആ കാറ്റഗറീസ് ഒക്കെ ഭോഷ്ക്, കള്ളത്തരം, കപടം, കാപട്യം, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളൊക്കെ ഈ ദേഹിയിൽ വന്നങ്ങ് നിറഞ്ഞു നിൽക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇതിന്റെ എല്ലാം ഒരു ആന്റിഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒറ്റമൂലി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഒരു മരുന്ന് കൊണ്ട് എല്ലാ രോഗത്തിനും. അങ്ങനെ പറഞ്ഞ ഒറ്റമൂലി ഒന്നും ഇവിടെ ഇല്ല, എന്നാൽ അങ്ങനെ ഒരു പ്രയോഗമുണ്ട്, ഒറ്റമൂലി, പനാഷി, അങ്ങനെ ഒരു ആന്റിഡോട്ട് എന്ന് പറയുന്നത് പോലെ ഈ നെഗറ്റീവ് ഇമോഷൻസിനെല്ലാം ഉള്ളൊരു ആന്റിഡോട്ടായിട്ടാണ് എന്തുള്ളതെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു വാക്യം പറഞ്ഞു. എന്താ? ഈ കപ്പിന് എക്സാമ്പിൾ പറഞ്ഞിട്ട് നമ്മളൊരു വാക്യം ഏതാ പറഞ്ഞ്? 1 യോഹന്നാൻ 4-ാം 18-ാമത്തെ വാക്യം, 1 ജോൺ 4:18. കഴിഞ്ഞ ആഴ്ചത്തെ നോട്ട്സ് എടുത്ത് നോക്കിയാൽ അറിയാം അല്ലേ? 1 ജോൺ 4:18 എന്താ? നമ്മൾ ആ വലിയൊരു വാക്യം, അതിനകത്തൊരു ഒരു ക്ലോസ് ആണ് പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞു. പെർഫെക്റ്റ് ലവ് കാസ്റ്റ് ഔട്ട് ഫിയർ. തികഞ്ഞ സ്നേഹം, നമ്മളുടെ ഹൃദയത്തിൽ കർത്താവിന്റെ സ്നേഹം. ഒരു കപ്പില് അതിന്റെ ആ എയർ ഡിസ്പ്ലേസ് ചെയ്ത് കളയണമെങ്കിൽ, അതിന്റെ വായു അതിനെ മാറ്റി കളയണം എന്നുണ്ടെങ്കിൽ
കുറച്ച് വെള്ളം എടുത്ത് അങ്ങ് ഒഴിച്ചാൽ മതി എന്ന് പറഞ്ഞതുപോലെ വെള്ളം നിറയുമ്പോൾ അതിൻ്റെ മയൊക്കെ അങ്ങ് പോകും. എന്നാൽ വെള്ളം നിറയ്ക്കുന്നതിന് ഇപ്പോൾ കുടിക്കാനായിട്ടാണെങ്കിൽ വെള്ളം നിറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കഴുകിയിട്ടാണ് നിറയ്ക്കുന്നതെന്ന് പറഞ്ഞതുപോലെ കർത്താവിൻ്റെ രക്തത്താൽ നമ്മളുടെ മനസ്സാക്ഷി കഴുകപ്പെടുന്നു. ആ, നമ്മളുടെ ആത്മാവും ദേഹിയും എല്ലാം കർത്താവിൻ്റെ രക്തത്താൽ അങ്ങ് കഴുകപ്പെടുന്നു. കുറ്റബോധം നീങ്ങിപ്പോകുന്നു. അതിനുശേഷം പരിശുദ്ധാത്മാവ് ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കുന്നു എന്നുള്ളൊരു വാക്യമൊക്കെ നമ്മൾ എപ്പോഴും എപ്പോഴും പറയാറുണ്ട് അല്ലെ? കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞു. റോമർ 5:5 പറയുന്നത് ലവ് ഓഫ് ഗോഡ് ഹാസ് ബീൻ പോർഡ് ഔട്ട് ഇൻ അവർ ഹാർട്ട്സ് ത്രൂ ദ ഹോളി സ്പിരിറ്റ് ഹു ഹാസ് ബീൻ ഗിവൺ ടു അസ്. ഇപ്പം പരിശുദ്ധാത്മാവ് നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് നിറയുമ്പോൾ എന്ത് നീങ്ങിപ്പോവും? ഭയം നീങ്ങിപ്പോവും. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. പെർഫെക്റ്റ് ലവ് കാസ്റ്റ് ഔട്ട് ഫിയർ. അപ്പം ആ ഭയം ത്തിന്റെ കൂടെ തന്നെ പോകുന്ന കാര്യങ്ങളാണ്. ഇപ്പം വെളിച്ചം വരുമ്പോൾ ഇരുളങ്ങ് പോകുന്നു. ഇപ്പം റൂമിൽ ഇരുട്ടാ, പെട്ടെന്ന് ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ പിന്നെ ഇരുട്ടിനെ നമ്മൾ ഒരു ചാക്കിനകത്ത് പിടിച്ച് പുറത്തെടുത്ത് കളയേണ്ടതുണ്ടോ? വെളിച്ചം വരുമ്പോൾ ഇരുട്ടങ്ങ് പോവും എന്ന് പറയുന്നത് പോലെ കർത്താവിന്റെ സ്നേഹം ഹൃദയത്തിൽ നിറയുമ്പോൾ എന്ത് പോവും? എല്ലാം നെഗറ്റീവായിട്ടുള്ള ജഡത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളെല്ലാം അങ്ങ് ഒഴിഞ്ഞു പോവും. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ ജഡത്തിൽ നിന്ന് വീണ്ടും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പൊങ്ങി വരും. നമ്മളുടെ ആത്മാവിൻ്റെയും ദേഹിയുടെയും ഇടയിലുള്ള ഒരു ഡിവൈഡിങ് കേർട്ടൻ ആണ് അത് അത് വേർതിരിക്കുന്ന ഒരു തിരശീലയാണ് ഈ ജഡം എന്ന് പറയുന്നത്. അപ്പൊ ആ ജഡത്തിൽ നിന്ന് വീണ്ടും പല കാര്യങ്ങളുമൊക്കെ വീണ്ടും നമ്മളുടെ അബോധ മനസ്സിൽ നിന്നും ഉപബോധ മനസ്സിൽ നിന്നും ഒക്കെ ജഡത്തിൽ നിന്ന് നമുക്ക് തന്നെ വെളിച്ചമില്ലാത്ത പല കാര്യങ്ങളുമൊക്കെ വീണ്ടും വീണ്ടും പൊങ്ങി വരും. എന്നാൽ അപ്പോഴൊക്കെ കർത്താവിൻ്റെ ആത്മാവിനെ വിധേയപ്പെട്ട് യുനോ ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ നിറഞ്ഞുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ ഈ ദുഷ്ചിന്തകളും ആഗ്രഹചിന്തകളും ഭയങ്ങളും കാര്യങ്ങളും എല്ലാം പുറത്താവും. അപ്പം അങ്ങനെ നമ്മൾ അതിനെ ജയിക്കണം. അപ്പം നമ്മൾ ഭീരുക്കളും അവിശ്വാസികളും ഒക്കെ അങ്ങ് നരകത്തിൽ പോകും എന്ന് പറഞ്ഞ് നമുക്ക് ഈ വാക്യം അങ്ങ് വായിച്ചു വിടാം. പക്ഷേ അങ്ങനെ വായിച്ചു വിടാനല്ലല്ലോ നമ്മുടെ ബൈബിൾ സ്റ്റഡി. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അതിൽ നിന്നെല്ലാം ദൈവമേ അവിടുന്ന് ആഗ്രഹിക്കുന്നവണ്ണുള്ളൊരു പരിപൂർണമായിട്ടുള്ളൊരു ജയം എനിക്ക് വേണം. അതാണ് നമ്മൾ ഒരുപാട് സമയമെടുത്ത ആ വാക്കുകളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഭീരുക്കൾ, അത് നമ്മൾ നമ്മളിപ്പോൾ എവിടെ ഉള്ള വെളിപാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. ഭീരുക്കള് അപ്പൊ എന്നാൽ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. ബട്ട് അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ജയിക്കുന്നവന് ഇതെല്ലാം അവകാശമായിട്ട് ലഭിക്കും. അതിന്റെ കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ്, അതിന്റെ വിപരീതമായിട്ട്, അതിന്റെ വിരോധമായിട്ട് പറയുന്ന കാര്യം എന്താന്ന് ചോദിച്ചാൽ അതിന്റെ വിപരീതമായിട്ട് പറയുന്ന കാര്യം. എന്നാൽ ആർക്കാ ലഭിക്കാത്തതെന്ന് ചോദിച്ചാൽ അവർക്ക് ഇതൊന്നും ഇല്ലാത്ത ജയിക്കാത്തവര് എന്ന് പറയുമ്പോൾ ഈ ഭീരുക്കള്, അവിശ്വാസികൾ. വിശ്വാസത്തെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച വീണ്ടും പറഞ്ഞു. ആ ഒരു പരിശുദ്ധാത്മാവിന്റെ ഫലമാണ് വിശ്വാസം. വിശ്വസ്തത മാത്രമല്ല, വിശ്വാസം, പിസ്റ്റിസ് എന്നുള്ള ഗ്രീക്ക് പദം, അത് പരിശുദ്ധാത്മാവിന്റെ ഫലമാണ്. വിശ്വസ്തത ഇന്ദ്രിയജയം എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്, വിശ്വാസം എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അപ്പം പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഹൃദയത്തിൽ സ്നേഹവും നിറയ്ക്കുന്നത്, വിശ്വാസവും നിറയ്ക്കുന്നത്. പിന്നെ അറയ്ക്കപ്പെട്ടവർ എന്നുള്ളൊരു വാക്ക് അവിടെ വന്നാൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒന്ന് സ്റ്റോപ്പ് ചെയ്തേ. അപ്പം അറയ്ക്കപ്പെട്ടവർ, അബോമിനബിൾ എന്നുള്ളൊരു വാക്ക് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്രീക്കിലും ഒരു സ്റ്റിങ്കിങ് എന്നുള്ള അർത്ഥം വരുന്നൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡെലീസോ എന്ന് പറഞ്ഞൊരു പദമാണ്. ഡെലീസോ. ഡിയോ എന്ന് പറഞ്ഞൊരു പദത്തിന്റെ അർത്ഥം ടു സ്റ്റിങ്ക് എന്ന് വെച്ചാൽ നാറുക, ചീഞ്ഞ അളിഞ്ഞ നാറുന്ന ചില ഓടയോ അല്ലെങ്കിൽ ചില പബ്ലിക് ടോയ്ലറ്റ്സോ ഒക്കെ ചീഞ്ഞളിഞ്ഞ് നാറുന്ന തരത്തിലുള്ള സ്റ്റിങ്ക്. നമുക്ക് അങ്ങോട്ടങ്ങ് പോകാനേ, ഏതെങ്കിലും പോകാനേ നമുക്ക് താല്പര്യമില്ല. അപ്പം അതാ അറയ്ക്കപ്പെട്ടത്, അബോമിനബിൾ, ടു ടേൺ വൺസെൽഫ് അവേ ഫ്രം ഓൺ അക്കൗണ്ട് ഓഫ് ദ സ്റ്റെൻസ്. ആ നാറ്റം നിമിത്തം നമുക്ക് അങ്ങോട്ട് അടുത്തോട്ട് പോകാൻ തന്നെ തോന്നില്ല. അതുപോലെയുള്ള അബോമിനബിൾ ആയിട്ടുള്ളൊരു കാര്യം. അത് നമ്മൾ അന്തിമോചന പുസ്തകത്തിൽ നമ്മളത് വായിച്ചു. അത് ലൈംഗിക പാപങ്ങളെയൊക്കെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണെന്നുള്ള കാര്യം നമ്മൾ വായിച്ചു. നമ്മൾ അന്തിമോചന പുസ്തകത്തിന്റെ 21-ാം അധ്യായത്തിന്റെ 276-ാമത്തെ പേജ്. അറയ്ക്കപ്പെട്ടവർ മോശമായ മൃഗങ്ങൾ പോലും ചെയ്യാത്ത ലൈംഗിക വൈകൃതങ്ങൾ, സെക്ഷൽ പെർവേർഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലജ്ജയായതിൽ മാനം തോന്നുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ഫിലിപ്പിയർ 3 അങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട്. ചിലരാണെങ്കിൽ ലജ്ജയായിട്ടുള്ള കാര്യങ്ങളില്ല, അവർ വലിയ അഭിമാനമായിട്ടുള്ള വലിയ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇന്ന് ലോകത്തിന്റെ വലിയ വലിയ ആൾക്കാരൊക്കെ ലജ്ജിക്കേണ്ട കാര്യങ്ങളൊക്കെ അവര് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇന്റർനെറ്റിലും ഒക്കെ വന്ന് വലിയ വലിയ വീരവാദങ്ങൾ അടിക്കുന്ന കണക്കുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതാ ഫിലിപ്പിയർ 3 അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ അവരുടെ അവസാന നാശം, അവരുടെ ദൈവം വയറ്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. ഇപ്പൊ ആ ഒരു ദൈവത്തിന് മുമ്പാകെ ലജ്ജയായിട്ടുള്ളത്, ദൈവത്തിന് മുമ്പിൽ അറയ്ക്കപ്പെടുന്നത് എന്താണെന്ന് നമ്മൾ
കർത്താവ് തന്നെ പറയുന്നൊരു വാക്യമുണ്ട്, നമ്മളിപ്പോഴും പറയാറുള്ള ഒരു വാക്യം, അല്ലെ? ദൈവത്തിന്റെ കണ്ണിൽ അറപ്പുളവാക്കുന്നു. എന്താ? മനുഷ്യന്റെ കണ്ണില് മഹത്വമായത്. വാട്ട് എവർ ഈസ് ഹൈലി എസ്റ്റീംഡ് അമംഗ് മെൻ ഈസ് അബോമിനബിൾ ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ് എന്ന് യേശു പറഞ്ഞു. എവിടെ പറഞ്ഞു? ലൂക്കോസ് 16:15 പറഞ്ഞു. നമ്മളത് 2-4 ആഴ്ച മുമ്പൊക്കെ നമ്മൾ ആ വാക്യമൊക്കെ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൂക്കോസ് 16:15 മനുഷ്യന്റെ മുമ്പിൽ ഭയങ്കര മാനമായിട്ടുള്ളത്, അത് പൊതുവെ നമ്മൾ പറയുവാണെങ്കിൽ ഇത് പണം, മണി ഓണ പ്ലഷേഴ്സ്, MSP നമ്മൾ പറയാറുണ്ടല്ലോ. പണം, മനുഷ്യമാനം, ജഡിക സുഖങ്ങൾ, ഇതൊക്കെയാണ് ഇന്ന് ലോകത്തിന് കണ്ണിൽ മഹത്വപരമായിട്ടുള്ള കാര്യം. അതെല്ലാം ദൈവത്തിന് അറയ്ക്കപ്പെട്ട കാര്യങ്ങളാണ്. അപ്പം ദൈവത്തിന് അറപ്പുളവാക്കുന്ന കാര്യങ്ങൾ, മനുഷ്യർ ലജ്ജയായതിൽ മാനം കൊള്ളുന്ന കാര്യങ്ങളായിരിക്കാം. എന്നാൽ ദൈവത്തിന് അറയ്ക്കപ്പെടുന്ന ഒരു സെക്ഷൽ പെർവേർഷൻസും അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളും ഒക്കെ ഉള്ള കാര്യങ്ങൾ. അപ്പോൾ അബോമിനബിൾ എന്നുള്ളൊരു കാര്യം, അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളിലേ എന്നാൽ വിശ്വാസികളായിട്ടുള്ളവർ പോലും യുനോ എന്താ ഇങ്ങനെയുള്ള പാപങ്ങളിൽ നിന്നെല്ലാം കഴുകപ്പെട്ടവർ വിശ്വാസത്തിലേക്ക് വന്നതിനെക്കുറിച്ച് പൗലോസ് തന്നെ പറയുന്നതുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളൊരു നമ്മൾ ആരെയും പുച്ഛിച്ച് കാണാനില്ല. അവര് മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് വന്ന കർത്താവ് സ്വീകരിക്കും. ഏതൊരു നീചമായിട്ടുള്ള പാപത്തിലുള്ളവരാണെങ്കിലും. നിങ്ങളും ഇങ്ങനെയുള്ളവരായിരുന്നു എന്ന് സച്ച് വേ സം ഓഫ് യു. 1 കൊരിന്ത്യർ 6:11 വാക്യത്തിൽ നമ്മൾ വായിക്കുവാണെങ്കിൽ, 1 കൊരിന്ത്യർ 6:11 വാക്യത്തിൽ നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു, എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. നിങ്ങളും ഇത്തരക്കാരായിരുന്നു. ഇത് തൊട്ട് മുമ്പേ ഈ അറയ്ക്കപ്പെടുന്നതിന്റെ ലിസ്റ്റും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. എവിടെ? 1 കൊരിന്ത്യർ 6:9-10 വാക്യങ്ങളിൽ, അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ലെന്ന് അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിക്കുവിൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയംഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, അവിഷ്ഠാനക്കാർ എന്നുള്ള വാക്ക് കുറച്ച് കട്ടിയായിപ്പോ എന്തോന്നു. അതിന്റെ ഇംഗ്ലീഷിൽ റിവൈലേഴ്സ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവര് അധികാരത്തിനൊക്കെ മത്സരിച്ച് മറ്റുള്ളവരെ ദുർവാക്കുകളൊക്കെ പറഞ്ഞ് ദുഷിക്കുന്നവരൊക്കെ, അവിഷ്ഠാനക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നിങ്ങൾ ഇതുപോലൊക്കെ ആയിരുന്നു, എന്നാൽ ദൈവം നിങ്ങളെ കഴുകി ശുദ്ധിയാക്കിയിരിക്കുന്നു. നിങ്ങളെ ശുദ്ധീകരണവും നീതീകരണവും ഒക്കെ പ്രാപിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിലും ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി എന്നുള്ളൊരു കാര്യമാണ് നമ്മളവിടെ. ഇവ വാഷ്ഡ്, ഇവ സാങ്ക്ടിഫൈഡ് എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മൾ വായിക്കും. നമ്മൾ ഏറ്റവും കടും ചുവപ്പായിട്ടുള്ള പാപമാണെങ്കിലും കർത്താവിൻ്റെ അടുക്കിലേക്ക് മാനസാന്തരത്തോടെ വന്നാൽ കർത്താവിന് ക്ഷമിക്കാൻ പറ്റാതായിട്ടുള്ള ഒരു പാപവും ഇല്ല. ക്ഷമിക്കാൻ പറ്റാതായിട്ടുള്ള ഒരേ ഒരു പാപം ഏതെന്ന് ചോദിച്ചാൽ ഏറ്റു പറയാത്ത പാപം. ഇല്ല, ഏത് പാപം ഏറ്റു പറഞ്ഞാൽ കർത്താവ് ക്ഷമിക്കുമെന്ന് ഒന്ന് യോഹന്നാൻ. ഏറ്റു പറഞ്ഞതങ്ങ് ഉപേക്ഷിച്ച്, ഏറ്റു പറഞ്ഞതെന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ വാഗുകൊണ്ട് പറയുന്നതല്ല, മറിച്ച് അതങ്ങ് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നു. അതാ നമ്മളെ പാപം ഏറ്റു പറഞ്ഞ്, ലംഘനം ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുകയാണെങ്കിൽ അവിടെ ക്ഷമിക്കപ്പെടുമെന്നൊക്കെ സദൃശവാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ അത് മറച്ചു വെക്കുന്നവന് അത് എന്ത് വരത്തില്ല, അവന് ശുഭം വരികയില്ല എന്നുള്ള കാര്യമൊക്കെ നമ്മൾ സദൃശവാക്യത്തിൽ വായിക്കുന്നുണ്ട്. നമ്മൾ അതുപോലെ തന്നെ 1 യോഹന്നാൻ 1:9 വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യം. എന്താ? നമ്മൾ പാപങ്ങൾ ഏറ്റു പറയുന്നുവെങ്കിൽ കർത്താവ് നമ്മളോട് ക്ഷമിക്കും. സദൃശവാക്യത്തിലെ ആ വാക്യം കൂടെ ഞാനങ്ങ് വായിക്കാം. സദൃശവാക്യം Proverbs chapter 28:28. അപ്പൊ നമ്മൾ ഈ പാപങ്ങളുടെ കാര്യമൊക്കെ പറയുമ്പോൾ ഇന്ന പാപമാണോ, അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ ദൈവത്തിന് പോലും ക്ഷമിക്കാൻ ഒക്കില്ലെന്ന് ഒരിക്കലും നമുക്ക് ആരെയും കുറിച്ചും നമുക്ക് പറയാനില്ല. എന്താ വെച്ചാൽ നമ്മുടെ ആരുടെയും ജഡത്തിൽ യാതൊരു നന്മയില്ല. സദൃശവാക്യം 28:13 തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനും കരുണ ലഭിക്കും. കൺഫസസ് ആൻഡ് ഫൊസേക്സ്. കൺഫസ് ചെയ്ത് അതും പിടിച്ചോണ്ട് കർത്താവ് ക്ഷമിക്കട്ടെ, ക്ഷമിക്കാൻ വേണ്ടി കർത്താവ് ക്ഷമിച്ചോണേ, പിന്നെ ഞാൻ അതിലേക്ക് തന്നെ പോവുക എന്നുള്ളൊരു മനോഭാവമാണ് നമുക്കെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ചു എന്ന് തന്നെ സംശയമാണ്. എന്നാൽ കർത്താവേ എന്നോട് ക്ഷമിക്കണമേ, എനിക്ക് ഇനി ഒരിക്കലും പാപത്തിൽ വീഴാൻ ആഗ്രഹമില്ല, എന്നെ സഹായിക്കണമേ എന്നൊരു നിലവിളിയോടാണ് നമ്മൾ പാപങ്ങൾ ഏറ്റു പറയുന്നുണ്ടെങ്കിൽ അതങ്ങ് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുക. ഐ ഡു നോട്ട് വോണ്ട് ടു സിൻ, ഐ വിൽ നോട്ട് സിൻ. ഞാൻ ഒരിക്കലും പാപം ചെയ്യത്തില്ല എന്ന് ഒരാൾക്കും പറയാനൊക്കത്തില്ല. ഒരാൾ പറഞ്ഞാൽ അത് അവരുടെ ധാർഷ്ട്യമാണ്. എന്ന് വെച്ചാൽ നമ്മളുടെ ജഡത്തിൽ യാതൊരു നന്മയില്ല. എന്നാൽ നമ്മൾ എന്താ പറയേണ്ടത്? മാനസാന്തരപ്പെടുമ്പം നമ്മളിപ്പം കുഞ്ഞുങ്ങളൊക്കെ സ്നാനത്തിന് റെഡിയാണോ എന്ന് ചോദിക്കുമ്പോൾ അവർക്കങ്ങ് സംശയം, അയ്യോ ഞാൻ രക്ഷിക്കപ്പെട്ടോ, എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും പാപത്തിൽ ഞാൻ വീണു പോകുന്നുണ്ടല്ലോ. പാപത്തിൽ വീണു പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അല്ല ചോദ്യം ഇവിടെ. പാപത്തിൽ തുടരാൻ ഉള്ള ആഗ്രഹമുണ്ടോ? ഡു യു വോണ്ട് ടു സിൻ? ഡു യു വോണ്ട് ടു കണ്ടിന്യൂ ഇൻ സിൻ? പാപത്തിൽ തുടരണോ? ഇനി ഒരു പാപമെങ്കിലും ചെയ്യണോ? അപ്പം എനിക്ക് പാപം ചെയ്യണ്ട, പാപത്തെ ഞാൻ വെറുക്കുന്നു
എനിക്ക് ഐ ഡു നോട്ട് വോണ്ട് ടു സിൻ എന്നുള്ളതാണെങ്കിൽ അതാണ് മാനസാന്തരം. പക്ഷേ ഐ വിൽ നോട്ട് സിൻ, ഞാൻ പാപം ചെയ്യില്ല എന്ന് പറയുന്നത് നമ്മുടെ അറിവില്ലായ്മയും ധാർഷ്ട്യവും അഹങ്കാരവും ഒക്കെയാണ്. നമുക്ക് അങ്ങനെ ഒരിക്കലും പറയാനൊക്കെയില്ല. ദൈവത്തിന്റെ കൃപയില്ലാതെ നമുക്ക് നമ്മളാരും ഒന്നും നമുക്ക് നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കട്ടെ എന്ന് 1 കൊരിന്ത്യർ 10:12 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഐ ഡു നോട്ട് വോണ്ട് ടു സിൻ, അതാണ് മാനസാന്തരം. അപ്പം നമ്മളവിടെ 1 കൊരിന്ത്യർ സദൃശവാക്യം 28:13 ഇപ്പം നമ്മൾ വായിച്ചു. തിരിച്ച് നമ്മൾ 1 കൊരിന്ത്യർ 6:9-10 വാക്യങ്ങളുടെ ഒരു ലിസ്റ്റൊക്കെ കണ്ടിട്ട് അങ്ങനെയൊക്കെ ഉള്ളവരായിരുന്നു എന്നാൽ നിങ്ങളെ ദൈവം ശുദ്ധീകരിച്ചു എന്നുള്ള കാര്യം നമ്മൾ വായിച്ചു. ഇപ്പം തിരിച്ച് നമ്മൾ 21 അധ്യായത്തിലേക്ക് വരിക. വെളിപാട് പുസ്തകം, റെവലേഷൻ ചാപ്റ്റർ 21 വേഴ്സ് 8. അപ്പോൾ അവിടെ ഭീരുക്കളെ കണ്ടു, അവിശ്വാസികളെ കണ്ടു, അറയ്ക്കപ്പെട്ടവർ എന്നുള്ളൊരു കൂട്ടം, പിന്നെ കൊലപാതകന്മാർ. കൊലപാതകന്മാർ എന്ന് പറയുമ്പോൾ എന്താ, ആക്ഷരികമായിട്ടുള്ള കൊലപാതകം ചെയ്യുന്നവർ ഉണ്ട്. എന്നാൽ കർത്താവിൻ്റെ സ്റ്റാൻഡേർഡിൽ എന്തൊക്കെയാ കൊലപാതകം? കോപിക്കുന്നതും കൊലപാതകത്തിന് തുല്യമാണെന്നുള്ള കാര്യം നമുക്കറിയാം. കോപിക്കുന്നവന് കൊലപാതക കുറ്റം പോലെ അവന് ഗിൽറ്റിയാണ്, അവന് കുറ്റം ഉള്ളവനാണ് എന്നുള്ള കാര്യം കർത്താവ് പറയുന്ന ഗിരിപ്രഭാഷണത്തിലെ വാക്യം നമുക്കറിയാം. നമുക്ക് ആ വാക്യം അറിയാമെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാവോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. മത്തായി എവിടെയോ ആരോ എഴുതിയിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നുള്ളതാണോ, അതോ എവിടാന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ചർച്ചിലുള്ളതല്ലേ ഒരു വിശ്വാസി കുടുംബം. അപ്പോൾ ആ ഒരു 18 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ. അപ്പം എനിക്ക് മനസ്സിലാകുന്ന വെച്ചാൽ ആ കുഞ്ഞ് ചെറുപ്പം മുതൽ സഭയിലൊക്കെ വളരുന്ന പയ്യനാ. പക്ഷേ വചനത്തിന്റെ കാര്യമൊക്കെ പറയുമ്പം എനിക്ക് ഞാനങ്ങനെ വചനമൊന്നും വായിച്ചിട്ടില്ലെന്നോ ഇല്ല സാർ എന്താ പറയുക. അപ്പം എനിക്ക് ഒരു പരിതാപകരമായിട്ടുള്ള ഒരു സ്ഥിതിയാണല്ലോ വെച്ചാൽ സഭയിൽ വേർപെട്ട സഭ, വേർപെട്ട സഭയിൽ ജനിച്ച് വളരുന്നു, അപ്പനും അമ്മയും വിശ്വാസികളാണെന്ന് പറയുന്നു. എന്നാൽ മകന് 18 വയസ്സായി, മാനസാന്തരപ്പെട്ടു, രക്ഷിക്കപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ എന്നാൽ വചനത്തിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ അങ്ങനെ വചനമൊന്നും വായിച്ചിട്ടൊന്നുമില്ല അങ്ങനെ. പക്ഷേ ഇങ്ങനെ രക്ഷയൊക്കെ ഏറ്റു പറഞ്ഞ് രക്ഷയൊക്കെ പെട്ടു, കർത്താവ് ക്ഷമിച്ചു. അപ്പോൾ നമ്മളാരെയും വീടിനോട് ലുക്ക് ഡൗൺ അപ്പോൺ എനിബഡി. പക്ഷേ എന്താ പറയുന്നേ, ഇന്നത്തെ സഭകളുടെയൊക്കെ അവസ്ഥകളും, അപ്പം ഇന്നത്തെ സഭകളുടെ വേറെ ആരെയും ചൂണ്ടിക്കാണിക്കില്ല, നമ്മളുടെ തന്നെ ഇടയിൽ നമ്മുടെ ചെറുപ്പക്കാർ എത്രമാത്രം വചനത്തില് അതുപോലെ ഒരു ദാഹവും ആഴത്തില് വേരും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ്. വചനം വായിക്കുന്നവരാണോ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ? നമ്മൾ തന്നെ വചനം വായിക്കുന്നവരാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളും ആ ഒരു വഴിയിൽ വരും. അപ്പം ആ ഒരു അത് നമ്മുടെ മത്തായി 5-ാം അധ്യായത്തിൽ ഇപ്പം ആരോ എവിടെയോ പറഞ്ഞിട്ടുള്ള എന്നുള്ളതല്ല, എബ്രായ ലേഖകൻ അങ്ങനെ പറയാൻ ഒഴിവുണ്ടായിരുന്നു. ആരെയോ എവിടെയോ പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ അന്ന് ഇതുപോലെ പ്രിന്റഡ് ബൈബിളൊന്നും ഇല്ലായിരുന്നു. എബ്രായ ലേഖനം 2:6 എബ്രായ ലേഖകൻ സങ്കീർത്തനം കോട്ട് ചെയ്യുമ്പം ആരോ എവിടെയോ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ നമുക്കിവിടെ ബൈബിളും എല്ലാ വേർഷൻസും ഒക്കെ ഉള്ളപ്പം അങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരിയാണ്, ചിലർക്ക് കുറച്ചുകൂടെ ഒരു ടീച്ചിങ് ഗിഫ്റ്റോ അതുപോലെയൊക്കെ വചനത്തിലുള്ള കുറച്ചുകൂടെ ദൈവത്തിൻ്റെതായ ഒരു സൂപ്പർ നാച്ചുറൽ ഗിഫ്റ്റ് അതിൽ ഓർത്തെടുത്ത് പറയാനൊക്കെ ഉള്ളൊരു ഗിഫ്റ്റ് കാണും. പക്ഷേ എങ്കിലും നമുക്ക് ആ വചനം ഇങ്ങനെ ഉണ്ട്, ഇത് എവിടെയൊക്കെയാണ് എല്ലാവർക്കും ഒരേപോലെ റെഫറൻസ് ഒക്കെ ഓർത്തെടുക്കാനുള്ള എനേബിളിങ് ദൈവം കൊടുക്കുന്നില്ല. ഇതൊക്കെ സത്യം തന്നെ. പക്ഷേ നമ്മുടെ ഭാഗത്തുനിന്നൊരു അതിനായിട്ടുള്ളൊരു വചനത്തിനായിട്ടുള്ളൊരു ദാഹവും വചനത്തെ ധ്യാനിക്കാനുള്ളൊരു ആർജവും ഉത്സാഹവും കാര്യങ്ങളും ഒക്കെ ഉണ്ടോ? നമ്മള് മത്തായി 5-ാം അധ്യായത്തിൽ അത് വായിക്കുന്നേ, അവിടെ 21-ാമത്തെ വാക്യം, കൊല ചെയ്യരുത് എന്ന് ആരെങ്കിലും കൊല ചെയ്യരുത് എന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പം യു ഷാൽ നോട്ട് കമ്മിറ്റ് മർഡർ എന്നുള്ള ആ ഒരു 10 കൽപ്പനയിൽപ്പെട്ട ആ ഒരു പാപം, പട്ടികയിൽപ്പെട്ട പാപം എന്നൊക്കെ നമ്മൾ പറഞ്ഞുള്ള പുറപ്പാട് 20:13 ആ ഒരു പട്ടികയിൽപ്പെട്ട പാപം, ആ ഒരു 10 കമാൻഡ്മെന്റ്സിൽ ഒരു കമാൻഡ്മെന്റ് ആണ് യു ഷാൽ നോട്ട് മർഡർ, യു ഷാൽ നോട്ട് കമ്മിറ്റ് മർഡർ. കൊല ചെയ്തതെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പം അത് ന്യായവിധിക്ക് യോഗ്യനാകും കൊല ചെയ്താൽ. അപ്പം കർത്താവ് പറയുക, ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. അപ്പം കൊലപാതകം ചെയ്യുമ്പോൾ ഒരാൾ കുറ്റവാളിയാണ്, അതുപോലെ തന്നെയാണ് കോപിക്കുമ്പോഴും ഒരാൾ കുറ്റവാളിയാണെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ആ ഒരു മാനുഷിക കോപം ദൈവനീതിയെ നിവർത്തിക്കുന്നില്ല എന്നെവിടാ വായിക്കുന്നത്? യാക്കോബ് 1:20 നമ്മൾ വായിക്കുന്നുണ്ട്. ജെയിംസ് 1:20 ദ ആങ്കർ ഓഫ് മാൻ കനോട്ട് അച്ചീവ് ദ
റൈച്ചസ്നെസ് ഓഫ് ഗോഡ് എന്ന് ജെയിംസ് 1:20 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മാനുഷികമായ കോപം, ദൈവികമായ ഒരു കോപത്തെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ഞായറാഴ്ചയൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. ചില കാര്യത്തിൽ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട്, സ്ട്രോങ് ആയിട്ട്, ഫേമായിട്ട് പറയണം. നമ്മുടെ യുനോ ഒരു ഹൃദയത്തിലൊരു ചാഞ്ചല്യം ഇല്ലാതെ, ഹൃദയത്തിലൊരു കലക്കവും ദേഷ്യവും ഒരു പകയോ വിദ്വേഷമോ ഒരു ആകുലതയോ ചാഞ്ചല്യമോ ഒന്നും ഇല്ലാതെ പരിശുദ്ധാത്മാവിന്റെ നിറവിലൊരു തീക്ഷ്ണതയോടെ ജഡത്തിൽ നിന്നുള്ളൊരു കോപവും ഈർഷ്യയും എരിച്ചിലും അല്ല, മറിച്ച് ആത്മാവിൽ നിന്നുള്ളൊരു കാർക്കശ്യത്തിന്റെ കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ചയൊക്കെ ഒന്ന് പറഞ്ഞായിരുന്നു. ഒരു തിരുത്തേണ്ട സമയത്ത് തിരുത്തേണ്ട കാര്യം ഫേമായിട്ട് മിണ്ടാതിരിക്കേണ്ട സമയത്ത് മിണ്ടാതിരിക്കാനും, മിണ്ടേണ്ട സമയത്ത് മിണ്ടേണ്ട കാര്യമൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ നമ്മളത് പറഞ്ഞായിരുന്നു. എന്നാൽ ഇവിടെ മാനുഷികമായ കോപം അതൊരിക്കലും ദൈവനീതി നിവർത്തിക്കുന്നില്ലെന്ന് ഇപ്പൊ ഇത് വാക്യം നമ്മൾ വായിച്ചേ, യാക്കോബ് 1:20, ജെയിംസ് 1:20, ആങ്കർ ഓഫ് മാൻ കനോട്ട് അച്ചീവ് ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡ്. അപ്പൊ അത് കർത്താവ് പറയുക, സഹോദരനോട് കോപിക്കുന്നതല്ല ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് കോപിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പം എന്തിനാ പറഞ്ഞേ, അവിടെ യഥാർത്ഥത്തില് ആദ്യത്തെ പടി എന്ന് പറഞ്ഞാൽ ഹൃദയത്തില് കോപം വെച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഹൃദയത്തിലെ കോപം അണപൊട്ടി ഒരു എന്താ ഒരു ചീത്ത വാക്ക് അല്ലെങ്കിൽ ഒരു കോപിച്ചുകൊണ്ടുള്ള ഒരു വാക്ക് പറയുന്നു. അതാ സഹോദരനോട് നിസ്സാര. ഇപ്പൊ നമ്മൾ ആരും ചെന്ന് നിസ്സാര എന്നൊന്നും ആരും ചെന്ന് ആരും ചെന്ന് വിളിക്കത്തില്ല. എന്നാ ആ ഒരു നിസ്സാര എന്നുള്ള പദം ഞാൻ പറഞ്ഞില്ലല്ലോ എന്നല്ല, കോപിച്ചുള്ളൊരു വാക്ക്, അത് ചിലപ്പോൾ ഒരു ദേഷ്യത്തിലുള്ളൊരു വാക്കായിരിക്കും, അല്ലെങ്കിൽ അതുപോലുള്ള ഒരു ചീത്ത വാക്ക് തന്നെ ആയിരിക്കണം എന്നില്ല, എന്നാൽ കോപിച്ചൊരു വാക്കായിരിക്കും. അപ്പം ആ നിസ്സാര എന്ന് പറഞ്ഞാൽ അത് ഹൃദയത്തിലെ കോപം രണ്ടാമത്തെ സ്റ്റെപ്പ്, 3 steps ടു ഹെൽ എന്നൊക്കെ നമ്മൾ സാങ്ക്വേറിന് കേട്ടിട്ടുണ്ട്. നരകത്തിലേക്കുള്ള 3 പടികൾ. ഒന്ന് ഹൃദയത്തിലെ കോപം വെച്ചുകൊണ്ടിരിക്കുന്ന ആദ്യത്തെ പടിയായി, ഒരു പടിയും കൂടി ചവിട്ടിയപ്പോഴാ ഈ ഹൃദയത്തിലെ കോപം വാക്കിലൂടെ വെളി വരുന്നു. മൂന്നാമത്തെ പടി എന്താ? അവിടെ മത്തായി 5 നോക്കി പറഞ്ഞേ. മത്തായി 5 22 വാക്യത്തില് മൂന്നാമത്തെ പടി പറയുന്നത് എന്താ? നിസാരം എന്ന് പറഞ്ഞാൽ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരുന്ന പറയുമ്പോൾ മറ്റേതിനെക്കാട്ടി കുറച്ചുകൂടെ ഒരു ഗിൽറ്റി ആകുന്നു, ദൈവമുമ്പാകെ കുറ്റക്കാരനാകുന്നു. പിന്നെ മൂട എന്ന് പറഞ്ഞാലും, നമ്മളിപ്പോൾ മൂടാന്ന് തന്നെ പറയണമെന്നില്ല, ഒരു കോപത്തിൽ എന്തോ കുറച്ച് ആദ്യം പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരിച്ചു നോക്കുമ്പോൾ അത്രയും പോയാൽ കുറച്ചുകൂടെ ഡോസ് കൊടുക്കണമായിരുന്നു, കുറച്ചുകൂടെ ഒന്ന് ഇങ്ങനെ 2 വാക്കും കൂടെ കൂടുതൽ പറയണമെന്ന് പറഞ്ഞ് പിന്നെയും ചെന്ന് പറഞ്ഞ നേരെ ആ സമയത്ത് അങ്ങ് മരിച്ചു വീഴുകയാണെങ്കിൽ നിത്യനരകത്തിലേക്ക് പോകാനുള്ള ലൈസൻസ് കിട്ടി. അതാ നമ്മളവിടെ വായിക്കുന്നത്. മൂട എന്ന് പറഞ്ഞാലും അഗ്നിനരകത്തിന് യോഗ്യനാകും, ഫയറി ഹെൽ എന്നുള്ളൊരു കാര്യം കർത്താവ് അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മളുടെ നമ്മളുടെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ കോപത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് ആകയാൽ ദേഫോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അതൊരു കൺജങ്ഷൻ, ഒരു 2 സെന്റൻസിനെ ജോയിൻ ചെയ്യുന്ന ഒരു വാക്കാണ് കൺജങ്ഷൻ ആകുന്ന ഒരു ആകയാൽ അല്ലെങ്കിൽ ദേഫോർ എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ഇറ്റ് ദേഫോ, എന്തിനാ അവിടെ ദേഫോർ. ശരി, ഇതുപോലെ കോപിച്ച് കഴിയുമ്പം സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ട്, യുവർ ബ്രദർ ഓ യുവർ സിസ്റ്റർ ഹാസ് സംതിങ് അഗൻസ്റ്റ് യു. നമ്മൾ ഒരാളെ മുറിപ്പെടുത്തി, നമ്മൾ പറഞ്ഞതോ പറയാത്തതോ ചെയ്തതോ ചെയ്യാത്തതോ ഒരു കാര്യം കൊണ്ട് വേറൊരാൾക്കൊരു മുറിവായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ വലിയ ഉപവാസവും പ്രാർത്ഥനയൊക്കെ ചെയ്തിട്ടൊന്നും ഒരു കാര്യവുമില്ല. ആദ്യം ചെന്ന് നിരപ്പ് പ്രാപിക്കണം. ആദ്യം ചെന്ന് ആ സഹോദരനോട് ചെന്ന് സഹോദരിയോട് ചെന്ന് നിരപ്പ് പ്രാപിക്കണം. അറ്റ്ലീസ്റ്റ് ഇപ്പൊ ചെന്ന് നിരപ്പ് പ്രാപിക്കാൻ പറ്റാതെ വണ്ണം വലിയ ദൂരത്തിൽ എങ്ങനെ ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഫോണെങ്കിലും വിളിച്ച്, ഇന്നത്തെ കാലത്ത് പല മാധ്യമങ്ങളുണ്ട്, എങ്ങനെങ്കിലും അത് സെറ്ററേറ്റ് ചെയ്യണം. ഞാനോ നിങ്ങളോട് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ആകയാൽ 23 വാക്യം, മത്തായി 5:23 വാക്യത്തിൽ ആകയാൽ നിന്റെ വഴിപാട്, നമ്മള് അന്ന് യഹൂദന്മാരോട് കർത്താവ് പറയുമ്പോൾ അവർക്ക് യാഗപീഠത്തെങ്കിൽ അവർ വഴിപാടുമായിട്ട് വരുമായിരുന്നു. ഇന്ന് നമുക്ക് പുതിയ നിയമത്തിൽ നമ്മൾ തന്നെയാണ് വഴിപാട്, നമ്മൾ തന്നെ ജീവനുള്ള യാഗമായിട്ട് സമർപ്പിക്കണ യാഗപീഠത്തെങ്കിൽ എന്നൊക്കെ നമ്മൾ റോമർ 12 വാക്യത്തിൽ വായിക്കുന്ന കാര്യം നമുക്കറിയാം. നമ്മുടെ പ്രാർത്ഥന ഒരു വഴിപാട്. നമ്മൾ കർത്താവിനോട് എന്ത് ചെയ്യുന്നത് കർത്താവിന് എന്നവണ്ണം ചെയ്യണം എന്നാണ് കൊലോസ്യർ 3:23-24 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്. അപ്പം എല്ലാം നമ്മുടെ ജീവിതം തന്നെ, നമ്മുടെ പ്രാർത്ഥനയാവട്ടെ, നമ്മുടെ പഠിത്തമാവട്ടെ, നമ്മുടെ ജോലിയാകട്ടെ, എല്ലാം കർത്താവിൻ്റെ വഴിപാട്. അപ്പം നിങ്ങളുടെ വഴിപാട് യാഗപീഠത്തെങ്കിൽ കൊണ്ടുവരുമ്പോൾ സഹോദരൻ നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നീ എന്ത് ചെയ്യണം? ദൈവമേ ക്ഷമിച്ചോണേ, ആ സഹോദരനോട് ഒന്ന് ക്ഷമിക്കാൻ പറഞ്ഞോണേ എന്ന് പറഞ്ഞ കാര്യം നടക്കത്തില്ല. ആദ്യം ചെന്ന് യാഗത്തിന്റെ കാര്യമൊക്കെ അങ്ങ് മറന്നേക്ക്, അത് നീ അവിടെ അങ്ങ് വെച്ചു, അത് അവിടെ തന്നെ ഇരുന്നോളും. എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കാനുള്ള, നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ഇരിക്കട്ടെ, അതൊക്കെ വെയിറ്റ് ചെയ്യാം. എവറിത്തിങ് ക്യാൻ വെയിറ്റ് ടിൽ യു സെറ്റിൽ ദ മാറ്റർ വിത്ത് ദാറ്റ് പേഴ്സൺ. എന്താ
നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന് മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക. ഒന്നാമത് ചെന്ന് നിരന്നുകൊള്ളുക, ബി റെക്കൺസൈൽഡ്. ഇപ്പം ഈ ഒരു വചനം എത്രയോ നമ്മളുടെ സഭകളിൽ നമ്മൾ റിപ്പീറ്റഡായിട്ട് എത്രയോ വർഷങ്ങളായിട്ട് പറയുന്ന വാക്യമാണ്. എന്നാൽ പോലും അത് എത്ര പേരത് ആ, നല്ല മനസാക്ഷിയോട് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ദൈവത്തിന് അറിയാം. ബാക്കി ഇന്ന് ക്രിസ്തീയ ലോകത്ത് ഇങ്ങനെ ഈ വചനങ്ങളൊക്കെ എവിടെങ്കിലുമൊക്കെ പ്രസംഗിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യം തന്നെ നമ്മൾ ഇന്ന് ഉള്ള പല പല വലിയ വലിയ പ്രോസ്പെറിറ്റി പ്രീച്ചേഴ്സിൻ്റെ വലിയ വലിയ പ്രസംഗങ്ങളുടെയൊക്കെ മെസ്സേജസിൽ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ വരുന്നുണ്ടോ എന്നുള്ള കാര്യം തന്നെ സംശയമാണ്. അങ്ങനെ ഐ ഡോണ്ട് നോ, വളരെ ചുരുക്കമായിരിക്കും അങ്ങനെ ആരെങ്കിലും ഇതുപോലുള്ള വാക്യങ്ങൾ. എന്നാൽ ഇത് ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് അതിന് ശിഷ്യന്മാരോടായിട്ട് പറയുന്ന കാര്യമാണ് പറയുന്നത്. ശിഷ്യന്മാരോട് സംസാരിക്കാൻ തുടങ്ങിയെന്ന അതിൻ്റെ 2ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നെങ്കിൽ ഈ മത്തായി 5:2, മത്തായി 5:1 ശിഷ്യന്മാരടുത്ത് വന്നു, അവരോട് വാ തുറന്ന് തിരുവായ് മൊഴിഞ്ഞ് സംസാരിക്കാൻ ശിഷ്യന്മാരടുത്ത് വന്നു. 1-ാമത്തെ വാക്യം മത്തായി 5:1 ശിഷ്യന്മാരോട് പറയുക, ഇന്ന് നമ്മൾ കർത്താവിൻ്റെ ശിഷ്യന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇത് ചെയ്യുന്നു എന്ന് ഇന്ന് നമ്മൾ ക്ലെയിം ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അവകാശപ്പെടുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റൊരാൾക്ക്, ഞാൻ ഈ പറഞ്ഞു വെച്ചാൽ കൊലപാതകന്മാർ ദൈവനെ അവകാശമാക്കിയതിൽ അവർക്ക് തീപ്പൊയ്കലായിരിക്കും എന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ എവിടെ വായിച്ചേ? വെളിപാട് 21-8 വാക്യത്തിലെ കൊലപാതകന്മാർ എന്ന് പറയുമ്പം അക്ഷരികമായിട്ടുള്ള കൊലപാതകന്മാരെ നമുക്ക് മനസ്സിലാവും. എന്നാൽ ഇതും കൊലയ്ക്ക് തുല്യമാണ്. ഒരാൾ കൊല ചെയ്യുന്നതിൻ്റെ തുല്യമാണ് കോപിക്കുന്നതെന്ന് കർത്താവ് തന്നെ പറഞ്ഞത്. ഞാൻ പറഞ്ഞതല്ല, എവിടെ ഇപ്പം നമ്മൾ വായിച്ചു മത്തായി 5:21-22 ഒന്ന് ചേർത്ത് വെച്ച് വായിച്ചാൽ ഇത് കൊച്ചു കുഞ്ഞിനും മനസ്സിലാവും. എന്താ കൊല ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, ന്യായവിധിക്ക് യോഗ്യനാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കോപിക്കുന്നവനും ന്യായവിധിക്ക് യോഗ്യനാകും എന്ന കർത്താവ് തൊട്ടടുത്ത വാക്യത്തിൽ പറഞ്ഞു. അപ്പം ആ കോപം കൊലപാതകത്തിന് തുല്യമാണ്, മോഹം കൺമോഹം വ്യഭിചാരത്തിന് തുല്യമാണ്. എൻ്റെ തൊട്ട് താഴെ 27-ാമത്തെ വാക്യം മുതൽ വായിക്കുന്നു. അപ്പം അത് അത്രമാത്രം പാപം അത്യന്തം പാപമായി തീർന്നു എന്നൊക്കെ നമ്മൾ റോമറിൽ വായിക്കുന്ന ഒരു വാക്യം ഉണ്ടല്ലോ, സിൻ ബിക്കേം എക്സീഡിംഗ്ലി സിൻഫുൾ. ദൈവത്തിന്റെ വെളിച്ചം നമ്മളിലേക്ക് വരുമ്പം ബാക്കിയുള്ളവർക്ക് ചെറിയ പാപമായിട്ട് തോന്നുന്ന കാര്യങ്ങൾ, എന്നാൽ കോപം ഒരു പാപമായിട്ട് തന്നെ ആരും ക്രിസ്തീയ ലോകത്ത് പലരും പറയാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പാപം അത്യന്തം പാപമായി തീരുന്നു എന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളത് റോമർ 7-ാം അധ്യായത്തില് അല്ലേ വായിക്കുന്നത്. അട്ടർലി റോമർ 7:13 അതിന്റെ അവസാനം, റോമർ 7:13 അവസാനം, കൽപ്പനയാൽ അത്യന്തം അതായത് എനിക്ക് മരണം ഉളവാക്കുന്നതിനാൽ പാപം എന്ന് തെളിയേണ്ടതിനും കൽപ്പനയാൽ അത്യന്തം പാപമായി തീരേണ്ടതിനും തന്നെ ത്രൂ ദ കമാൻഡ്മെന്റ് സിൻ വുഡ് ബിക്കം അട്ടേർലി സിൻഫുൾ. അത് പാപമാണ് എന്ന ദൈവത്തിന്റെ കൽപ്പനയുടെ വെളിച്ചവും കൂടെ വരുമ്പോഴത്തേക്കും, ഇത് എത്ര വലിയൊരു പാപമാണ് കർത്താവേ, ഞാനാണ് പാപികൾ പ്രധാനി, കർത്താവേ എനിക്ക് ആ സഹോദരനോട്, ആ സഹോദരിയോട്, ആ ഒരു മനുഷ്യനോട്, അയാളോട് കർത്താവേ ഞാൻ അങ്ങനെ ഒരു വാക്ക് സംസാരിച്ചല്ലോ, അയാളെ മുറിപ്പെടുത്തിയല്ലോ. അപ്പോൾ കർത്താവേ അവർ എന്നെക്കാട്ടിൽ ഒരുപക്ഷെ ലോകത്തിന് കണ്ടില്ലേ അവരെന്നെക്കാട്ടിൽ കുറഞ്ഞവരായിരിക്കാം, കൂടിയവരായിരിക്കാം, സമമായിരിക്കാം, എന്തുമായിരിക്കാം. പക്ഷേ കർത്താവേ ഞാൻ ഒരാളെ മുറിപ്പെടുത്തി, എൻ്റെ വാക്കുകൊണ്ട് എൻ്റെ പ്രവൃത്തി കൊണ്ട് ഞാൻ വേറൊരാളെ മുറിപ്പെടുത്തി. അതിൽ ഇപ്പോൾ എൻ്റെ ഭാര്യയാകാം, എൻ്റെ ഭർത്താവാകാം, എൻ്റെ കുഞ്ഞുങ്ങളാകാം, അപ്പനമ്മമാരാകാം, സഹോദരങ്ങളാകാം, അയൽപക്കത്തുകാരാകാം, കൂടെ ജോലി ചെയ്യുന്നവരാകാം, കൂട്ടു സഹോദരങ്ങളാകാം, ആരുമാകാം, ഏതെങ്കിലും സ്ട്രേഞ്ചറാകാം, അപരിചിതനാകാം, ആരായാലും കർത്താവേ ആസ് മച്ച് ആസ് പോസിബിൾ. ചിലപ്പോൾ ഇപ്പം നമുക്ക് ഓർമ്മ വരുവാണ്, നമുക്ക് ഇനി കാണാൻ സാധ്യതയില്ലാത്ത ഒരാളെയാണെങ്കിൽ ദൈവം ഞാൻ ബില്ലിങ് കർത്താവേ, ആളെ എങ്ങനെയെങ്കിലും ഒരു കോൺടാക്ട് ഇട്ടുണ്ടെങ്കിൽ എന്നെ ഫോൺ വിളിച്ചെങ്കിലും ഒന്ന് സോറി പറയാൻ ഞാൻ ബില്ലിങ് ആണ് കർത്താവേ. എൻ്റെ മനസാക്ഷിയിൽ അവിടെ നിന്ന് കാണിച്ചു തരണം. എന്തെങ്കിലും ആരോടെങ്കിലും ഞാൻ നിരപ്പ് പ്രാപിക്കാനുണ്ടെങ്കിൽ എന്നെ കാണിച്ചു തരണമെങ്കിൽ നമ്മൾ ദൈവമുമ്പാകെ ഒരു നല്ല മനസാക്ഷിയോടെ കർത്താവിനോട് നമ്മളൊരു നിലവിളിയോടെ ആത്മാവിലെ ദരിദ്രത്തോട് പറയുവാണെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് നമുക്ക് വരുന്ന മനസാക്ഷിയിൽ ചില കാര്യങ്ങൾ ഇന്ന ആളുണ്ടെന്ന് ബോധ്യപ്പെടുത്തി തരും. പക്ഷെ ആ സമയത്ത് നമുക്ക് ഇതൊക്കെ ഒന്ന് മെനക്കേടാ, ഇവിടെ ഈ പ്രസംഗം കേൾക്കാതിരുന്നാൽ മതിയായിരുന്നു, ഈ സമയത്ത് വേറെ എന്തെങ്കിലും എൻട്രൻസ് കോച്ചിങ് ക്ലാസ്സിന് പോയാൽ മതിയായിരുന്നു എന്ന്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മതിയായിരുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ മതിയായിരുന്നു എന്ന് നമുക്ക് അതിനെയൊക്കെ അങ്ങ് കണ്ണടച്ച് തള്ളാം. അല്ല കർത്താവേ, അവിടുത്തെ വചനത്തിൽ ഇത് പറയുന്ന കാര്യമാണ്. ഇതിപ്പം അത് XYO Z ആര് പറഞ്ഞാലും കർത്താവേ അവിടുത്തെ വചനത്തിൽ ഇതുള്ള കാര്യമല്ലേ. അപ്പം അതുകൊണ്ട്
കർത്താവ് എനിക്ക് നിരപ്പ് പ്രാപിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ നിരപ്പ് പ്രാപിക്കുവാണെങ്കിൽ നമുക്കൊരു നല്ല മനസ്സാക്ഷി ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ മനസ്സാക്ഷി കഠിനപ്പെട്ട് നമുക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റാതെ വണ്ണം നമ്മൾ മാന്യമുള്ളവരാകും. ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരാകേണ്ട സമയമായി, എന്നാൽ ഇപ്പോഴും നിങ്ങൾക്ക് ബാലപാഠങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഇരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യു ഹാവ് ബിക്കൺ ഡൾ ഓഫ് ഹിയറിംഗ് എന്നൊക്കെ എബ്രായർ 5-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെ എബ്രായർ 5:13 യു ഹാവ് ബിക്കം ഡൾ ഓഫ് ഹിയറിംഗ് എന്ന് വായിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഉപദേശകന്മാരാകേണ്ട കാലം തികഞ്ഞു. എന്നാ വീണ്ടും വീണ്ടും ഈ ബാലപാഠങ്ങളൊക്കെ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക, അത് പലപ്പോഴും ദൈവത്തിൻ്റെ ശബ്ദം തന്നെ വേണ്ടവണ്ണം കേൾക്കാൻ പറ്റാതെ വരാൻ കാരണം അത് കഴിഞ്ഞിട്ട് പറയുവാണ്, ഞാനിവിടെ എബ്രായർ 5:11 വായിക്കുന്നത്, ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയുവാനുണ്ട്, എങ്കിലും നിങ്ങൾ കേൾക്കുവാൻ മാന്യമുള്ളവരായി തീർന്നുകൊണ്ട്. കേൾക്കുവാൻ മാന്യമുള്ളവരായി തീരാൻ കാരണം എന്താ? ഒരു മനസാക്ഷി, നിർമ്മലമായ ഒരു മനസാക്ഷി സൂക്ഷിച്ചില്ല. മനസാക്ഷിയൊക്കെ ഇങ്ങനെ കഠിനപ്പെടുത്തിയോ, അതൊക്കെ ഏറ്റു പറയാൻ, അതൊക്കെ മെനക്കേട്, നാണക്കേട്. ഇപ്പം അവരുടെ ചെന്ന് സോറി പറയാൻ ചെന്ന് അവർ ആട്ടി ഓടിക്കുക, അതുകൊണ്ട് പിന്നെ നമുക്ക് അങ്ങ് മറന്നേക്കാം. അപ്പം അങ്ങനെ അങ്ങനെ ദൈവത്തിൻ്റെ ശബ്ദം നമ്മൾ മനസാക്ഷി കഠിനപ്പെടുന്നു, നമുക്ക് ദൈവത്തിന് നമ്മളോട് പറയാനുള്ളത് വേണ്ടവണ്ണം കേൾക്കാൻ പറ്റാതെ വരുന്നു. അങ്ങനെ കേൾക്കുവാൻ മാന്യമുള്ളവരായി തീർന്നതുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമോ എന്നൊക്കെ നമ്മളവിടെ എബ്രായർ 5:11 വാക്യത്തിൽ നമ്മൾ വായിച്ചു. അപ്പോൾ ആ ഒരു കോപം എത്രമാത്രം അതൊരു ഫയറി ഹെല്ലിലേക്ക് പോകുന്ന ഒരു പാപമാണെന്നുള്ളൊരു കാര്യം. എന്നാൽ നമ്മളത് ഏറ്റുപറഞ്ഞ് മനസ്സന്തരപ്പെടുവാണെങ്കിൽ കർത്താവ് തീർച്ചയായിട്ടും നമ്മളിനിയിപ്പോൾ കൊലപാതകം തന്നെ ചെയ്തെന്നിരിക്കട്ടെ, എന്നാൽ കർത്താവ് നിയമം ഓഫ് കോഴ്സ് നിയമത്തിൻ്റെ വഴിക്ക് പോകുന്ന കർത്താവ് നമ്മൾ യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെടുകയാണെങ്കിൽ കർത്താവ് ക്ഷമിക്കും. എന്നാൽ നമ്മളത് ന്യായീകരിച്ചുകൊണ്ട് ഇതൊക്കെ എല്ലാവർക്കും പറ്റുന്ന കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കുവാണെങ്കിൽ കർത്താവ് വരുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഷോക്കായിരിക്കും ഉണ്ടാവുന്നത്. അപ്പം നമ്മളവിടെ ആദ്യം ചെന്ന് നിരന്നുകൊള്ളുക എന്നുള്ള കാര്യമൊക്കെ വായിച്ച് പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക എന്ന് അവിടെ 24-ാമത്തെ വാക്യം മത്തായി 5:24 നമ്മളത് വായിച്ചു. അത് കഴിഞ്ഞിട്ട് നിന്റെ പ്രതിയോഗിയോടുകൂടി വഴിയിൽ ഉള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക, അല്ലാഞ്ഞാൽ വഴിയിലുള്ളപ്പോൾ നമ്മൾ ഈ ജീവിതയാത്രയിൽ തന്നെ ഇണങ്ങിക്കൊള്ളണം, അല്ലാഞ്ഞാൽ പ്രതിയോഗി നിന്റെ ന്യായാധിപൻ സേവകനെ ഏൽപ്പിച്ചിട്ട് നീ തടവിലായി പോകും. അന്നത്തെ യഹൂദന്മാരുടെ അന്നത്തെ ഒരു നിയമ സംവിധാനമൊക്കെ വെച്ച് കർത്താവ് ഒരു ഉപമയായിട്ട് പറയുവാണ്, നിനക്ക് ദൈവത്തിൻ്റെ ഒരു ന്യായവിധിയിലേക്ക് നീ പോകുന്നൊരു സമയമായി പോകും. ഒടുവിലത്തെ കാശ് പോലും കൊടുത്ത് തീരുവോളം നീ, ഞാനിവിടെ വായിക്കുന്ന മത്തായി 5:26, മാത്യു 5:26, ഒടുവിലത്തെ കാശ് പോലും കൊടുത്ത് തീരുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു. കർത്താവ് ട്രൂലി ഐ സേ ടു യു എന്ന് പറഞ്ഞ് വളരെ എംഫസൈസ് ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താ, കൊലപാതകത്തിൻ്റെ കാര്യം പറഞ്ഞു വന്നേ. കോപം കൊലപാതകത്തിന് തുല്യമായിട്ട് പുതിയ ഉടമ്പടിയിൽ കർത്താവ് പറയുന്നുണ്ട്. പിന്നെ സഹോദരനെ പകയ്ക്കുന്നവൻ കൊലപാതകനാകുന്നു എന്ന് യോഹന്നാൻ അപ്പോസ്തലൻ, സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായ യോഹന്നാനെ എങ്ങനെയൊക്കെ എഴുതി കളയാവോ യോഹന്നാനെ എന്ന് നമ്മൾ ചോദിച്ചാൽ യോഹന്നാൻ പറയും, സ്നേഹം, ദൈവം സ്നേഹമാകുന്നു എന്ന ആ സ്നേഹത്തിലൊരു കാർക്കശ്യമുണ്ട്, ആ സ്നേഹത്തിലൊരു തീക്ഷ്ണതയുണ്ട്, ആ സ്നേഹത്തിലൊരു സത്യമുണ്ട്. അതില്ലാത്ത സ്നേഹം വ്യാജമായിട്ടുള്ള മാനുഷിക സ്നേഹം, ഉതിർന്നു പോകുന്ന സ്നേഹമാണ്. 1 യോഹന്നാൻ 3-ാം അധ്യായം 1 John 3:15 15-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ എന്താ വായിക്കുന്നത്? സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കൊലപാതകനാകുന്നു, യാതൊരു കൊലപാതകനും നിത്യജീവൻ ഉള്ളിൽ വസിച്ചിരിപ്പില്ല എന്ന് നിങ്ങൾ അറിയുന്നു. നമ്മളൊരു സഹോദരനെ പകയ്ക്കുന്നു, വി ഹെയ്റ്റ് അവർ ബ്രദർ. നമ്മൾ വലിയ വിശ്വാസിയാന്ന് പറയുന്നത്, ഇന്ന ആളെ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ, അവരോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല, ഇവരോട് നമുക്ക് ഭൂമുഖത്തിൽ ഇനിയിപ്പം 10 പേര് വേണമെന്നില്ല, എന്നാൽ ഒരാളോടെങ്കിൽ നമുക്ക് ക്ഷമിക്കാൻ പറ്റാതായിട്ട് നമ്മൾ അവരെ അങ്ങ് വെറുക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ എൻ്റെ അർത്ഥം നമ്മുടെ ഉള്ളിൽ നിത്യജീവൻ്റെ കണിക ഉണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഈ വചനത്തിൽ പരിശോധിക്കേണ്ടതായിട്ടുള്ളത്. അങ്ങനെ അതിൽ തന്നെ തുടരുവാണെങ്കിൽ നിത്യജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലേക്ക് നമുക്ക് പോകാം. അതാ 15-ാമത്തെ വാക്യം 1 യോഹന്നാൻ 3:11 സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കൊലപാതകനാവുന്നു, യാതൊരു കൊലപാതകനും നിത്യജീവൻ ഉള്ളിൽ വസിച്ചിരിപ്പില്ല എന്ന് നിങ്ങൾ അറിയുന്നു. വി നോ ദാറ്റ്. 15-ാമത്തെ വാക്യം, നോ മർഡർ ഹാസ് ഇറ്റേണൽ ലൈഫ് അബൈഡിങ് ഇൻ ഹിം. അവനിലെ നിത്യജീവനെ വസിച്ചിരിക്കുന്നില്ല. നിത്യജീവനൊക്കെ അങ്ങ് പോകുന്ന ഒരു അവസ്ഥയിലാണ്. അത് നിത്യമായിട്ട് പോയി അവന് നിത്യനാശത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ ഈ നിത്യപുകയിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിൽ ആരൊക്കെയുണ്ട്? നമ്മളിപ്പം എന്തൊക്കെ വായിച്ചു? തിരിച്ച് നമുക്ക് 21-ാം അധ്യായത്തിലേക്ക് വരാം. വെളിപാട് 21 അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ, എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, പിന്നെ ദുർനടപ്പുകാർ എന്ന് പറയുമ്പോൾ അത്
പരസ്യമായ പാപം ചെയ്യുന്നവരാകണമെന്നില്ല. നമ്മളത് ഫൈനൽ ട്രയംഫ് അന്തിമവിജയം പുസ്തകത്തിൽ അത് നമ്മൾ വായിച്ചു. തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ലൈംഗിക ദുർമോഹങ്ങളെ ഒഴിവാക്കാൻ കണ്ണ് ചൂഴ്ന്ന് കളയുക, കരം വെട്ടിക്കളയുക എന്നിങ്ങനെയുള്ള മൗലികമായ നിലപാടുകളൊന്നും എടുക്കാതെ ദുർനടപ്പില്, സീക്രട്ട് സിൻസില് അതിൽ തന്നെ അങ്ങ് തുടരുന്നു. പോണോഗ്രഫി, അശ്ലീല ചിത്രങ്ങള്, അതുപോലെയൊക്കെയുള്ള പലവിധമായിട്ടുള്ള കണ്ണുകൊണ്ട് മോഹിക്കുന്നതും, സീക്രട്ട് റിലേഷൻഷിപ്സ്, അങ്ങനെയൊക്കെയുള്ള എന്തെല്ലാം രഹസ്യബന്ധങ്ങളോ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളിൽ അവരതങ്ങ് യുനോ വീണുപോയി മാനസാന്തരപ്പെടുന്നതിനെ കുറിച്ചല്ല, മറിച്ച് വീണുപോയി വീണ് അവിടെ തന്നെ അങ്ങ് കിടക്കുക. ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതാ, ഇതൊക്കെ ഇന്നത്തെ കാലത്ത് 21-ാം നൂറ്റാണ്ടിൽ ഇതില്ലാത്ത ആരാന്നും പറഞ്ഞുകൊണ്ട് അതിൽ തന്നെ കിടന്നുരുണ്ട് പന്നിയെപ്പോലെ അതിൽ പാപത്തിൽ തന്നെ രസിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഒരു മാനസാന്തരത്തിനൊരു കണിക പോലും ഇല്ല. ഇതിനു മുമ്പാകെ ഒരു മാനസാന്തരവോ ഒരു നിലവിളിയോ ഒന്നുമില്ല. പാപത്തെ ലാഘവമായിട്ട് കണ്ട് ദൈവം സ്നേഹമല്ലേ, കർത്താവ് ക്ഷമിച്ചോളും, ഇതൊക്കെ എല്ലാവർക്കും ഉള്ള കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ് ആ ദുർനടപ്പിൽ തന്നെ അങ്ങ് തുടരുന്നു. അങ്ങനെ ദുർനടപ്പിൽ തന്നെ അങ്ങ് പ്രാക്ടീസ് ചെയ്യുക അവര് അത് അതിൽ തന്നെ അങ്ങ് തുടരുന്നവരാണ്. എന്നാൽ പാപത്തിൽ വീണുപോയി, ഇനിയിപ്പോൾ 1000 തവണ പാപത്തിൽ 1000 തവണയോ 10 കോടി തവണയോ പാപത്തിൽ വീണുപോയി എന്ന ആത്മാർത്ഥതയോടെ നമ്മൾ ഹൃദയമായിട്ട് നമ്മൾ മാനസാന്തരപ്പെട്ട കർത്താവ് നമ്മളോട് ക്ഷമിക്കാൻ സാധിക്കണം. നമ്മൾ അതിൽ തന്നെ തുടർന്നുകൊണ്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ട് അതും ശരി ഇതും ശരി, ഇന്നത്തെ കാലത്ത് അതൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ് നമ്മളങ്ങനെ നമ്മളുടെ പാപത്തെ ന്യായീകരിക്കുന്നവരാണെങ്കിൽ, പാപത്തെ ഗൗരവമായിട്ട് എടുക്കാതെ പാപത്തെ ന്യായീകരിക്കുന്നവരാണെങ്കിൽ എന്താ, ദുർനടപ്പുകാരുടെ കൂട്ടത്തിലാണ് നമ്മളും ഉള്ളത്. അങ്ങനെ ആ ദുർനടപ്പുകാർ തീപ്പൊയ്കയിലേക്ക് പോകുന്ന കാര്യമാണ്. അവരുടെ അവർക്കൊരു ഓഹരിയൊക്കെ ഉണ്ട്, പക്ഷേ എവിടാന്നേ ഉള്ളൂ, തീപ്പൊയ്കയിലേന്നേ ഉള്ളൂ. ദുർനടപ്പുകാർ. പിന്നെ ക്ഷുദ്രക്കാർ എന്ന് പറയുമ്പോൾ എന്താ, മന്ത്രവാദം, ജ്യോതിഷം, നക്ഷത്രഫലം, ഹസ്തരേഖാശാസ്ത്രം, ഫലം പ്രവചിക്കുന്ന സാത്താന്യമായ കളികൾ. ഞാനിപ്പം ഇത് വായിക്കുന്ന അന്തിമവിജയം പുസ്തകത്തിൽ നമ്മുടെ കഴിഞ്ഞ അങ്ങേയാഴ്ച ജിഗ്ബർ പോർഷൻ വായിച്ചു. നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ തന്നെ അന്തിമവിജയം പുസ്തകം ഉണ്ടെന്ന് ആണ് എൻ്റെ വിശ്വാസം. സാക്വിൻ ബ്രദറിൻ്റെ ഫൈനൽ ട്രയംഫിൽ ലിസ്റ്റ് ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ, ഫലം പ്രവചിക്കുന്ന സാത്താന്യമായ കളികൾ, ഒയാജ ബോർഡോ അതുപോലെയൊക്കെ ഉള്ള ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൊക്കെ എന്നിവയെല്ലാം ഏർപ്പെട്ടിരിക്കുന്നവരാണ്. ക്ഷുദ്രക്കാർ എന്നതിൻ്റെ എബ്രായ പദം, അതിൻ്റെ ഗ്രീക്ക് പദം ഫാർമക്യൂസ്, ഗ്രീക്കിലാണല്ലോ പുതിയ നിയമം എഴുതപ്പെടുന്നത്. ഫാർമക്യൂസ് എന്നുള്ളൊരു പദമാണ്. അതിൽ നിന്നാണ് ഫാർമക്യൂസ് എന്ന് പറയുമ്പോൾ ഫാർമസ്യൂട്ടിക്കൽസ്, ഫാർമസി എന്നുള്ള കാര്യമൊക്കെ നമുക്ക് മനസ്സിലായി, ആ വാക്കിൽ നിന്ന് വന്ന കാര്യങ്ങളാണ്. അപ്പം ആ ഫാർമസി എന്നുള്ള പദത്തിൻ്റെ ഉൽപ്പത്തിയൊക്കെ അതിൽ നിന്നാണ്. അപ്പം ഇത് മയക്കുമരുന്നുകളെ കുറിച്ചും ഈ ക്ഷുദ്രക്കാർ എന്ന് പറയുമ്പോൾ ഫാർമക്യൂസ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് അത് മരുന്നുകൾ എന്ന് പറയുമ്പോൾ മെഡിസിൻസ് അല്ല, മയക്കുമരുന്നുകൾ, ഡ്രഗ്സ് എന്നുള്ള അർത്ഥത്തിൽ, സബ്സ്റ്റൻസസ് എന്നൊക്കെ പറയുന്ന സൈക്കോ ആക്റ്റീവ് ഡ്രഗ്സ്, സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് എന്ന് പറഞ്ഞാൽ മനസ്സിനെ മന്ദീഭവിപ്പിക്കുന്ന, മനസ്സിനെ അടിമപ്പെടുത്തുന്ന തരത്തിലുള്ള മയക്കുമരുന്നുകളൊക്കെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതും ഇതെല്ലാം ഈ കാറ്റഗറിയിൽ വരുന്നത്. മന്ത്രവാദ, ആഭിചാരം, അങ്ങനെയൊക്കെയുള്ള ഇരുട്ടിൻ്റെ ശക്തിയെ ആശ്രയിച്ചുകൊണ്ട് പല സൂത്രവിദ്യകളൊക്കെ നടത്താൻ നോക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർ. പിന്നെ മയക്കുമരുന്ന്, ഇതെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ്, നമുക്ക് അറിയാം. മദ്യപാനം, മയക്കുമരുന്നുകൾ, ലഹരി ഉപയോഗവും, സാത്താന്യമായിട്ടുള്ള കാര്യങ്ങളും, സിനിമാ ലോകം, അധോലോകം, അങ്ങനെയൊക്കെയുള്ള പല മാഫിയകളും, അങ്ങനെയൊക്കെയുള്ള വലിയ 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 ബിസിനസ്സുകൾ ഒക്കെ തന്നെ ഇന്ന് ലോകത്തുണ്ട്. അവരൊക്കെ വലിയ ധനികരായിട്ടൊക്കെ സൂചിച്ച് വാഴുന്നു. എന്നാൽ അവർക്കും ഓഹരി കൊടുത്തിട്ടുണ്ട്. എവിടെ? തീപ്പൊയ്കയിലാണ്. എന്നാൽ അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം പോലും ഈ ഹാരി പോട്ടർ അതുപോലെയൊക്കെയുള്ള പുസ്തകങ്ങൾ, അതുപോലെയൊക്കെയുള്ള വിശ്വാസികളുടെ വീട്ടിലൊന്നും അങ്ങനെയുള്ള പുസ്തകങ്ങൾ കാണുക പോലും ചെയ്യരുത്. ഹാരി പോട്ടറോ അതുപോലെയൊക്കെയുള്ള, എനിക്ക് എൻ്റെ അതുപോലെ തരത്തിലുള്ള പുസ്തകങ്ങളും കാര്യങ്ങളും ഒക്കെ, ഈവൻ C.S. ലൂയിസിന്റെ ക്രോണിക്കിൾസ് ഓഫ് നാർണിയ എന്നുള്ളൊരു പുസ്തകം പോലും അത് ഒരു ക്രിസ്ത്യൻ ഇതായിട്ടൊക്കെ പറയുന്നതാണ്. C.S. ലൂയിസ് നല്ലൊരു ചിന്തകനാണ്. എന്നാൽ സാങ്ക്ബറിന്റെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലകത്ത് ബ്രദറ് പറയുന്നുണ്ടായിരുന്നു, അത് ക്രോണിക്കിൾസ് ഓഫ് നാർണിയ, അതിനകത്തൊക്കെ പറയുന്ന ചില ഇതും കാര്യങ്ങളൊക്കെ അത്ര അങ്ങ് ഒരു കംഫർട്ടബിൾ അല്ല എന്നുള്ള രീതിയിൽ ബ്രദർ അത് പറയുന്നുണ്ടായിരുന്നു. അപ്പം സോ
വേറെ പറയുന്നതിന് മുമ്പ് തന്നെ പണ്ട് തന്നെ ഈ കാര്യങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ എനിക്ക് തന്നെ ഈ എന്തോ അസ്ലനോ ഏതാണ്ടൊക്കെ പറഞ്ഞ ഓരോ ലയണിന്റെ കാര്യമൊക്കെ പറഞ്ഞ ഓരോ അതിന്റെ നിഗൂഢ അർത്ഥത്തില് ക്രിസ്ത്യൻ മീനിങ് ഒക്കെ പറഞ്ഞുള്ള കഥകൾ. ഓ എനിക്ക് ഞാൻ സത്യസന്ധമായിട്ട് പറയാൻ വേറെ പറയുന്നതിന് മുമ്പ് തന്നെ ഇത് ആദ്യം ഇതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ എനിക്കത് അത്ര എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടില്ലായിരുന്നു. പിന്നെ വേറെ ഏതോ ഒരു ക്വസ്റ്റ്യൻ സെഷനിൽ ആരോ എന്തോ ചോദിച്ചപ്പം വേറെ അങ്ങനെയുള്ള കാര്യങ്ങൾ വേറെ അത്ര അതങ്ങ് റെക്കമെൻഡ് ചെയ്യുന്നില്ല, അത്ര ഫ്രീഡം ഇല്ല എന്നുള്ള രീതിയിൽ RLCFിൻ്റെ ഏതൊരു ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ കേൾക്കാനിടയായി. അപ്പം അങ്ങനെയൊക്കെയുള്ള അത് ഹാരി പോട്ടറായിട്ട് ഇക്വലൻ്റ് ആണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷെ എങ്കിൽ പോലും സംതിങ് അതിനകത്ത് ഈ ഒത്തിരി മിസ്റ്റീരിയസ് ആയിട്ടുള്ള നിഗൂഢമായിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുമൊക്കെ ഈനോ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് വചനവും എന്നാൽ ഈനോ ഇപ്പം നമ്മുടെ പിൽഗ്രിംസ് പ്രോഗ്രസ് പോലുള്ള എത്ര എക്സലന്റ് ആയിട്ടുള്ള ബുക്സ് ഒക്കെ ഉണ്ട്. പിൽഗ്രിംസ് പ്രോഗ്രസിനകത്ത് ഒത്തിരി സിംബോളിക് ലാംഗ്വേജ് ആണെങ്കിലും അത് ഈനോ അത് കുറച്ചുകൂടെ അത് ഏറ്റവും ഈനോ അത് വളരെ നല്ല ക്രിസ്തീയ സന്ദേശം നൽകുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇതുപോലെ എന്നാൽ ഹാരി പോട്ടർ പോലെയുള്ള പിന്നെ ആ ഒരു JK റൗളിംഗ് എഴുതിയ പുസ്തകത്തിനാണ് ഹാരി പോട്ടർ അല്ലെ ഒക്കെ. അപ്പൊ അങ്ങനെയുള്ള പുസ്തകങ്ങളൊന്നും ദൈവമക്കളുടെ ഭവനത്തിൽ പോലും കാണരുത്. അതുപോലെ വിഗ്രഹങ്ങളോ വിഗ്രഹത്തിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളോ ഇപ്പം ഞങ്ങള് മുമ്പേ അപ്പനന്മാരുണ്ടാക്കിയ അപ്പനന്മാരുടെ ഭവനത്തിലായിരുന്നു ഞങ്ങള് ഇങ്ങനെ 2-3 ആഴ്ച മുമ്പ് വരെയും താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പുതിയൊരു ഭവനം നിർമ്മിക്കുന്നതിനുള്ള പല കാരണങ്ങളും ഉണ്ടായിരുന്നു. അല്ല ഒരു കാരണം വിഗ്രഹങ്ങളില്ലാത്തൊരു ഭവനത്തിലേക്ക് വരണം എന്നുള്ളൊരു കാര്യം അത് ദൈവം സഫലീകരിച്ചു. കഴിഞ്ഞ 20-ാം തീയതി ഞങ്ങൾ ഇവിടെ കയറി താമസമായപ്പോൾ ഞങ്ങൾ പേരൻസിനോട് അന്ന് തന്നെ വളരെ ആദ്യം മുതലേ പറഞ്ഞായിരുന്നു വിഗ്രഹങ്ങളോ അതുപോലുള്ള കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് പ്രവേശനമില്ല. അത് അങ്ങനെയുള്ള വിഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ ഈവൻ അവിടെ 2 തരത്തിലുള്ള വിഗ്രഹങ്ങളാണ് ഞാൻ പറയാറുണ്ട്. നിങ്ങൾക്ക് ഓർമ്മ വേണ്ട, ഇന്ന് ടി വി ചാനൽസ് ആകുന്ന വിഗ്രഹങ്ങളുണ്ട്. അതായത് TV ചാനൽസ് ഈ സീരിയലുകളും അതുപോലുള്ള സിനിമ സീരിയൽ അങ്ങനെയൊക്കെയുള്ള വിഗ്രഹം, പിന്നെ അക്രൈസ്തവമായിട്ടുള്ള വിഗ്രഹങ്ങൾ. അപ്പം വിഗ്രഹങ്ങൾ അതെല്ലാം ഓഫ്കോഴ്സ് നമ്മുടെ പുതിയ വീട്ടിൽ TV നമ്മൾ വെച്ചിട്ടുണ്ട്. പക്ഷെ TV-യിൽ അതിനകത്ത് ഈ പറയുന്ന തരത്തിലുള്ള ചാനൽസ് ഒന്നുമില്ല. അപ്പം ആരോ പറഞ്ഞു വേണമെങ്കിൽ ന്യൂസിനായിട്ടൊക്കെ ചാനൽ വെക്കാമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ വേണ്ട, ചില അമ്മയ്ക്ക് സീരിയൽ കാണണമെന്ന് തോന്നും, പിന്നെ അത് കൂടുതൽ പ്രശ്നമാകും. അതുകൊണ്ട് നമ്മുടെ TV-യിൽ അവിടെ യൂട്യൂബിനകത്ത് നമ്മുടെ മെസ്സേജസും പാട്ടുകളും ഒക്കെ കേൾക്കാനൊക്കെ ആയിട്ട്, പിന്നെ നമ്മുടെ എന്തെങ്കിലും പാട്ട് എന്തെങ്കിലുമൊക്കെ നമ്മുടെ മീറ്റിങ്സ് എന്തെങ്കിലും പ്രൊജക്റ്റ് ചെയ്യണമെങ്കിലോ അങ്ങനെയൊക്കെയുള്ള CCTV കണക്ഷൻ കൊടുക്കേണ്ടതിനായിട്ടും ഒക്കെ ആയിട്ട് മാത്രം ഒരു TV യൂണിറ്റ് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ അന്ധകാരത്തിൻ്റെ കാര്യങ്ങൾ ഈ സിനിമ വാരികകള് അതുപോലെയൊക്കെയുള്ള ഓഫ്കോഴ്സ് നമ്മുടെ പത്രത്തിനകത്ത് എന്തെങ്കിലുമൊക്കെ പരസ്യങ്ങൾ കാണാതെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ ഒക്കത്തില്ല. നമ്മൾ അതിലേക്ക് നോക്കാതിരുന്നാൽ മതി. പക്ഷേ എന്തെങ്കിലുമൊക്കെ ഇരുട്ടിൻ്റെ ലോകമായിട്ട് അധോലോകമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മളായിട്ട് നമുക്ക് അതിനോടൊരു മമതയോ അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളുള്ള വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സാധാരണ നമ്മുടെ ജീവിതത്തിൽ അവന് ഒരു എന്താ ഫുട് ഹോൾഡ് കൊടുക്കുന്നത് പോലെ സാത്താൻ ഒരു ഇടം കൊടുക്കരുതെന്ന് നമ്മൾ എഫേസ്യർ 4:27 വായിക്കുന്നുണ്ട്. ഡു നോട്ട് ഗീവ് an opportunity for the devil, a foothold for the devil. അപ്പം ഡെവിളിന് ഫുട് ഹോൾഡ് വെക്കാൻ തക്കവണ്ണം ഡെവിൾ ഫുട് ഹോൾഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ചുവട്, ഫുട്ട് വെക്കുന്ന, ഫുട്ട് എന്ന് പറഞ്ഞാൽ എന്താ, കാല്, ഫുട്ബോൾ എന്ന് കേട്ടിട്ടല്ലേ, ഫീറ്റ്, ഫുട്ട്. അപ്പം ഫുട് ഹോൾഡ് ഫോർ ദ ഡെവിൾ, ആ ഒരു പിശാചിൻ്റെ ഒരു കാലെടുത്ത് വെക്കാൻ തക്കവണ്ണം ഒരു ഇരുട്ടിൻ്റെ ഒരു സംഭവം നമ്മളായിട്ട് എടുത്ത് വെച്ച് കൊടുത്തിട്ട് അയ്യോ പിശാചിനെ നിന്നെ ഞാൻ ഭർസിക്കുന്നു, നീ പിശാചിനെ എതിർത്ത് നിൽക്കുന്നു, നീ എന്നെ വിട്ട് ഓടിപ്പോന്ന് പറഞ്ഞ് പിശാച് അവിടെ ചിരിച്ചുകൊണ്ടിരിക്കും. നീ ഇവിടെ എനിക്കൊരു ഫുട് ഹോൾഡ്, എനിക്കൊരു കസേര ഇട്ട് തന്നിട്ട് ഞാൻ വിട്ട് ഓടിപ്പോവാനും. അപ്പം അത് നമ്മൾ ഈ കസേര എന്ന് പറയുമ്പോൾ പിശാചിനുള്ള ഇടമല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ ബോധമണ്ഡലത്തിൽ നമുക്ക് ഉള്ള ഓർമ്മയിൽ വെച്ചത്തിൽ എന്തെങ്കിലും വിഗ്രഹങ്ങളുമായിട്ടോ ഈ ജപിച്ച് കെട്ടിയ ചരട്, ഗണ്ട, അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ. ഞാൻ തന്നെ എൻ്റെ സാക്ഷ്യം പറഞ്ഞിട്ട് ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ കഴുത്തിലൊരു ഗണ്ടയുള്ളൊരു സ്വർണ്ണമാല കിടപ്പുണ്ടായിരുന്നു. വിശ്വാസം ഞാൻ ആ ഒരു സമയത്ത് കർത്താവിനെ തേടി വന്നത് ആരും സഹായമായില്ലാതെ ഞാനുള്ള പാട്ടൊക്കെ ഞാൻ പലപ്പോഴും പറയാറുണ്ടല്ലോ. അപ്പം എന്നാൽ എത്ര നാളെടുത്തെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്നാൽ ഞാൻ സഭയിലോട്ടൊക്കെ ഞാനൊരു ഡിസംബർ 19 1999 ഡിസംബർ 19 വിശ്വാസത്തിലേക്ക് വരുന്നത്. അതിനുശേഷം ഏതാനും നാളുകൾക്കുള്ളിൽ നിന്നാണ് എൻ്റെ ഓർമ്മ, എനിക്ക് ശരിക്കും ഓർമ്മയില്ല, നാളുകൾക്കുള്ളിൽ തന്നെ എനിക്ക് ഈ ഒരു ഗണ്ടയുള്ള സ്വർണ്ണമാല, ഞാനിപ്പം വചനമൊക്കെ വായിച്ച് ജസ്റ്റ് തുടങ്ങുന്നതേ ഉള്ളൂ.
എന്നാൽ ഈ ഗണ്ടയുടെ സ്വർണ്ണമാല എനിക്കത് എന്തോ ആവശ്യമില്ലെന്ന് തോന്നി. എനിക്ക് ഉള്ളിൽ തന്നെ എന്തോ ഒരു അതിനെക്കുറിച്ചൊരു ഒരു അസ്വസ്ഥത, ഇത് വേണ്ടാന്ന് തോന്നി. ഞാൻ അതിനെ എടുത്ത് മാറ്റി വെച്ചു. വചനം പോലും നേരവണ്ണം വായിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. സഹോദരങ്ങളുള്ള കൂട്ടായ്മയൊക്കെ ഞാൻ അവിടെ ട്രിവാൻഡ്രത്തുള്ള CFC ചർച്ചിലോട്ടൊക്കെ ആദ്യമായിട്ട് പോകുന്നത് ജനുവരി 3-ാമത്തെ ആഴ്ചയായിരുന്നു. ആദ്യം CFC ചർച്ചിലോട്ട് അവിടെ ട്രിവാൻഡ്രത്ത് പോകുന്നത്. എന്നാൽ ഈ രക്ഷയുടെ അനുഭവം ഉണ്ടായി, ആ ഡിസംബർ മാസം 19-ാം തീയതി രക്ഷയുടെ അനുഭവം ഉണ്ടായി കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെയെന്നാണ് എൻ്റെ ഓർമ്മ. എനിക്ക് തന്നെ തോന്നി, വേറെ ആരും പറയാതെ ഇതിനെന്തോ ഒരു ഇത് വേണ്ടാന്ന് എനിക്കിത് വേണ്ടാത്ത സംഭവമാണെന്ന് തോന്നി. ഞാൻ തന്നെ എടുത്ത് മാറ്റി വെക്കുന്ന ഒരു കാര്യം. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്ന് യുനോ ഇതെല്ലാം നമുക്ക് തന്നെ ഈ വിഗ്രഹമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ദൈവം വെളിച്ചം തരും. ഇത് അന്ന് ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വരുന്ന സമയത്ത് അമൃതാനന്ദമയുടെ ഒരു ഭക്തിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കരുനാഗപ്പള്ളിക്കാരന് ആണ്, ഇവിടെ തൊട്ടടുത്ത അമൃതാനന്ദമയി. അപ്പം അതിൻ്റെയൊക്കെ അതിൻ്റെ എന്തോ മാതൃവാണി അങ്ങനെയൊക്കെയുള്ള ചില ഭക്തി അമൃതാനന്ദമയുടെ ഭക്തിഗാന കാസറ്റൊക്കെ ആ സമയത്ത് എന്തോ കയ്യിലുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പം എനിക്ക് തന്നെ ഇത് വേണ്ട, വേറെ ആരും പറഞ്ഞ് നമ്മുടെ സൗകര്യങ്ങളോ ആരും പറയുന്നതിന് മുമ്പ് തന്നെ രക്ഷ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ഒരു ജീവൻ നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ഇതെന്തോ വേണ്ടാത്ത കാര്യങ്ങളാണ്. എനിക്കിതിൻ്റെ ആവശ്യമില്ല, എനിക്കിത് വേണ്ട. അതിലെന്തോ ഒരു അസ്വസ്ഥത. അതായത് അഭിഷേകം, നിങ്ങളിലുള്ള അഭിഷേകം നിങ്ങളെ സകലത്തിലും വഴി നടത്തുമെന്ന് 1 യോഹന്നാൻ 2:28 വാക്യം എല്ലാവർക്കും പരിചയമുണ്ട്. നമ്മളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം 1 യോഹന്നാൻ. തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നുന്നത് വെച്ചാൽ അത് ബൈബിളിലുള്ള ആ ഉപദേശപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തുന്ന ഒരു കാര്യം 1 യോഹന്നാൻ 2:28 വാക്യം, അല്ല 28 27 വാക്യം. 28 ലജിച്ചു പോകുന്ന കാര്യമാണ് പറയുന്നത്, നമ്മൾ കർത്താവിൽ വസിച്ചില്ലെങ്കിൽ. 1 യോഹന്നാൻ 2:27 വാക്യത്തിൽ എന്താ വായിക്കുന്നത്? അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിക്കാൻ ആവശ്യമില്ല. നമ്മൾ ഓഫ് കോഴ്സ് ബൈബിള് ടീച്ച് ചെയ്യാൻ ദൈവം ബൈബിൾ ടീച്ചേഴ്സിനെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു, ഉപദേഷ്ടാക്കന്മാരെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു എന്ന് എഫേസ്യർ 4:11 വായിക്കുന്നു. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യണ്ട എന്ന് ഉപദേശിച്ച് തരാൻ തക്കവണ്ണം ആവശ്യമില്ല. പരിശുദ്ധാത്മാവ് അവിടെ ഉള്ളത്. ഓഫ്കോഴ്സ് നമുക്ക് ചില കാര്യങ്ങളുടെ അഭിപ്രായവും ഉപദേശവും ഒക്കെ തേടാൻ സൗകര്യങ്ങളോട്. എന്നാൽ ആത്യന്തികമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഉപദേശപ്രകാരമാണ് നമ്മൾ നീങ്ങേണ്ടത് എന്ന് ബൈബിൾ ഉപദേശിക്കുവാൻ, ബൈബിൾ ടീച്ച് ചെയ്യുവാൻ, ബൈബിൾ പഠിപ്പിക്കുവാനായിട്ട് ദൈവം ഉപദേഷ്ടാക്കന്മാരെ, ടീച്ചേഴ്സിനെ സഭയിൽ നൽകിയിരിക്കുന്നു, ടീച്ചിങ് ഗിഫ്റ്റോടുകൂടി നൽകിയിരിക്കുന്നു എന്നൊക്കെ എഫേസ്യർ 4:11 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഉപദേഷ്ടാക്കന്മാർ, ഷെപ്പേർഡ്സ്, അതായത് ഷെപ്പേർഡ്സിന് എന്താ മലയാളത്തിൽ പറയുന്നത്, ഇടയന്മാർ, പിന്നെ ഇവാഞ്ചലിസ്റ്റ്, സുവിശേഷകർ, അങ്ങനെ 5 ഗിഫ്റ്റിനെ കുറിച്ചൊക്കെ എഫേസ്യർ 4:11 പറയുന്നുണ്ട്. അപ്പം ഇവിടെ ഉപദേശിക്കാൻ ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ ഉപദേശകന്മാരെ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ സാങ്ക്ലിയറിൽ തന്നെ കേട്ടിട്ടുണ്ട്, ബൈബിൾ ടീച്ച് ചെയ്യാനായിട്ട്, ബൈബിൾ ഉപദേശിക്കാനായിട്ട് ദൈവം ഇപ്പം ഞാനിപ്പം ബൈബിൾ ടീച്ച് ചെയ്യുന്നു, ഉപദേശിക്കുന്നു, അതിനായിട്ട് ദൈവം ടീച്ചിങ് ഗിഫ്റ്റ് ഉള്ളവരെ സഭയിൽ വെച്ചിട്ടുണ്ട്. എന്നാൽ എന്താ നമ്മളുടെ പ്രായോഗിക ജീവിതത്തിൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, ഞാനിപ്പം ഇന്ന തീരുമാനം എടുക്കണോ, ആ തീരുമാനം എടുക്കണോ, അങ്ങോട്ട് പോകണോ, ഇങ്ങോട്ട് പോകണോ, എല്ലാത്തിനും നമ്മൾ ചില കൾട്ട് മാതിരിയുള്ള ചില ചർച്ചകളിൽ അവർക്ക് എല്ലാത്തിനും പാസ്റ്ററെ വിളിച്ച്, സോക്കോൾഡ് പാസ്റ്ററെ വിളിച്ച് ചോദിക്കണം, പാസ്റ്ററെ എനിക്ക് അത് ചെയ്യാവോ, എനിക്കിപ്പം വിസ കിട്ടുമോ, അടുത്ത മാസം ടിക്കറ്റ് എടുക്കാവോ, ഏതാണ്ട് ഈ ജോത്സ്യനെയും എന്ത് പ്രവാചക എന്നൊക്കെ ജോത്സ്യനെയും എന്താ കൈനോട്ടക്കാരെയൊക്കെ കാണുന്നത് പോലെ ഇന്ന് ക്രിസ്തീയം എന്ന് പറയുന്ന ലോകത്ത് ഈ സോക്കോൾഡ് പാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരൊക്കെ അവരുടെ സ്ഥാനം ഏറ്റെടുത്ത് അത് ചെയ്യണോ, ഇത് ചെയ്യണ്ടായോ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചു കൊടുക്കുന്ന വചനവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് പഴയ നിയമത്തിലുണ്ടായിരുന്നു. അന്ന് പരിശുദ്ധാത്മാവ് മനുഷ്യന് വെളിയിലായിരുന്നു. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നിരുന്നു. പ്രവാചകന്മാരുടെയും രാജാക്കന്മാരുടെയും മേലൊക്കെ അഭിഷേകമായിട്ട് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നിരുന്നില്ല, പരിശുദ്ധാത്മാവുടെ ഉള്ളിലേക്ക് വന്നിരുന്നില്ല. ഇന്ന് പരിശുദ്ധാത്മാവുടെ ഉള്ളിൽ അഭിഷേകം ഉള്ളത് കൊണ്ട് നമുക്ക് ആരും ഉപദേശിച്ച് തരേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം വായിക്കുന്നത്. അത് ആരും നിങ്ങളെ ഉപദേശിക്കാൻ ആവശ്യമില്ല, അവൻ്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയാലും അവൻ്റെ അഭിഷേകം തന്നെ. വായിച്ച വാക്യം 1 യോഹന്നാൻ 2:27. His anointing, you have no need for anyone to teach you, but as his anointing teaches you about all things and is true. ആൻഡ് ഇറ്റ്സ് നോട്ട് എ ലൈ. എത്രമാത്രം എംഫസിസ്, അത് ട്രൂത്ത് ആണ്, നോട്ട് എ ലൈ ആണ്. വീണ്ടും വീണ്ടും ട്രൂത്താന്ന് പറയുമ്പോൾ തന്നെ അത് ലൈ അല്ലെന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഭോഷ്കല്ലെന്നുള്ള കാര്യം നമുക്കറിയുന്ന ദൈവവചനം പരിശുദ്ധാത്മ എത്രയധികം ഊന്നി പറയുന്നുണ്ട് ഈ അഭിഷേകം പഠിപ്പിക്കുന്ന കാര്യം. അത് ഭോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ തന്നെ നിങ്ങൾ അവനിൽ വസിക്കുവിൻ എന്ന് പറഞ്ഞിട്ട് വീണ്ടും
വസിക്കുവിൻ, വസിച്ചില്ലെങ്കിൽ കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ ലജ്ജിച്ചു പോകും എന്നുള്ള കാര്യമാണ് എൻ്റെ തൊട്ടടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ അതുപോലെയൊക്കെയുള്ള ഈ അന്ധകാരത്തിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ ഏഴാമത്തെ നമ്മൾ തിരിച്ച് കറണ്ട് ലൊക്കേഷൻ വെളിപാട് 21 അധ്യായത്തിന് 8-ാമത്തെ വാക്യത്തിൽ അടുത്ത ലിസ്റ്റ് എന്താ കാണുന്നത്? നമ്മളിപ്പോൾ ഇമ്മോറൽ പേഴ്സൺസ് കണ്ടു, സോർസറേഴ്സ് കണ്ടു, അതാ ക്ഷുദ്രക്ക, പിന്നെ ബിംബാരാധികൾ, വിഗ്രഹാരാധികൾ. വിഗ്രഹത്തെക്കുറിച്ച് ഓൾറെഡി നമ്മൾ പറഞ്ഞു, വിഗ്രഹങ്ങളെ വിട്ടോടുവിൻ എന്ന് 1 യോഹന്നാൻ 5-ന്റെ അവസാനത്തെ വാക്യത്തിൽ. വെളിപാട് പുസ്തകത്തിന് ശേഷമാണ് 1 യോഹന്നാൻ 1-ാമത്തെ ലേഖനം എഴുതപ്പെട്ടിട്ടുള്ളതെന്ന് ചില ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ബൈബിളിലെ ഏറ്റവും അവസാനത്തെ വാക്യം, അവസാനമായിട്ട് പരിശുദ്ധാത്മാവ് എഴുതിയ വാക്യം എന്ന് അങ്ങനെ നോക്കുമ്പോൾ അതേതാ? 1 യോഹന്നാൻ 5-ന്റെ 21-ാമത്തെ വാക്യം. അവിടെ എന്താ വായിക്കുന്നതെന്ന് ചോദിച്ചാൽ, കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങളോട് അകന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ എന്നുള്ള കാര്യം. ഗാഡ് യുവർ സെൽഫ് ഫ്രം ഐഡൽസ്, ഫ്ലീ ഫ്രം ഐഡോളട്രി. ചില ഈ ഐഡൽസുമായിട്ടുള്ള കാര്യങ്ങൾ, അത് എന്ത് തരത്തിലുള്ള കാര്യങ്ങളാവട്ടെ, അങ്ങനെയുള്ള ഐഡോളട്രിയെ നമ്മൾ ഫ്ലീ അവേ ചെയ്യണം. ദുർനടപ്പ് വിട്ടോടുവിൻ എന്ന് 1 കൊരിന്ത്യർ 6-18 വായിക്കുന്നുണ്ട്. യൗവനമോഹങ്ങളെ വിട്ടോടുവിൻ എന്ന് 2 തിമോഥെയോസ് 2:22 വായിക്കുന്നുണ്ട്. ഞാൻ ഒന്നുകൂടെ റെഫറൻസ് പറയണം. ഫ്ലീ 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 എന്ന് പറയുന്നൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലൊരു വാക്കാണ്, അതുപോലൊരു വാക്കല്ല, അതേ വാക്കാണ് 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. 1 കൊരിന്ത്യർ 10-ന്റെ 14-ാമത്തെ വാക്യം എന്താ നമ്മളവിടെ വായിക്കുന്നത്? Therefore my beloved, കീപ്പ് അവേ എന്നുള്ളതല്ല, ഫ്ലീ എന്ന് പറയുമ്പോൾ ജീവനും കൊണ്ട് ഓടുക എന്നുള്ളൊരു കാര്യമാണ്. ഓൾമോസ്റ്റ് ലൈക്ക് ഫ്ലൈയിങ്. ആ ഒരു ഗ്രീക്ക് വാക്ക് അത് അതുപോലൊരു സ്ട്രോങ് ആയിട്ടുള്ള വാക്കാണ്. അല്ലെങ്കിൽ റൺ അവേ എന്നല്ല പറയുന്നത്, ഓടിപ്പോവുക. നമ്മൾ വിട്ടോടുവിൻ എന്നാണ് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ചില ഓടുവിൻ എന്നല്ല, വിട്ടോടുവിൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു, ഇപ്പോൾ ഒരു പെട്ടെന്നൊരു പുലി നമ്മളെ പിടിക്കാനായിട്ട് വരുമ്പോഴേക്കും നമ്മൾ എല്ലാ റെക്കോർഡും ഭേദിച്ചുകൊണ്ട്, എല്ലാ 100 മീറ്റർ റേസിന്റെ റെക്കോർഡും ഭേദിച്ചുകൊണ്ട് നമ്മൾ ഓടും അല്ലേ? അപ്പൊ അതുപോലെ വിട്ടോടാനുള്ള കാര്യം പറയുന്നത്. ആ ഫ്ലീ എന്നുള്ള ആ വാക്ക് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എവിടെയോ. ഒരു ഫ്യൂഗിയോ എന്നോ അങ്ങനെ എന്തോ പറഞ്ഞൊരു വാക്കാം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഓൾമോസ്റ്റ് ലൈക്ക് ഫ്ലൈയിങ് എന്നുള്ളൊരു പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ പെട്ടെന്ന് 1 കൊരിന്ത്യർ 10-ന്റെ 14-ാമത്തെ വാക്യം ഇവിടെ BLB തന്നെ പെട്ടെന്ന് ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുന്നില്ലാത്തതുകൊണ്ട് ഞാൻ മൊബൈലിൽ തന്നെ നോക്കി അങ്ങ് പറയാം. ഫ്ലീ, ഫ്യൂഗോ. എനിക്ക് ദൈവം സഹിച്ച അത്രയും ഓർമ്മ വന്നില്ല. ഫ്യൂഗോ എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് പദമാണ്. ഫ്യൂഗോ എന്ന് പറയുമ്പോൾ ടു ഫ്ലീ അവേ, സീക്ക് സേഫ്റ്റി ബൈ ഫ്ലൈറ്റ്. ഓടി രക്ഷപ്പെട്ട് സുരക്ഷിത സ്ഥാനത്തേക്ക് പോകുന്നു. ടു ഫ്ലീ, ടു ഷൻ ഓർ അവോയ്ഡ് ബൈ ഫ്ലൈറ്റ്. ആ ഒരു പറന്നു പോകുന്നതിന് തുല്യമായിട്ട് പൊയറ്റിക്കലി ടു ഫ്ലീ അവേ, വാനിഷ്, ടു ബി സേവ്ഡ് ബൈ ഫ്ലൈറ്റ്. ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഫ്ലൈറ്റിൽ പോകുന്നതെന്ന് പറഞ്ഞാൽ എന്താ? പറന്നു പോകും. ടു എസ്കേപ്പ് സേഫ്ലി ഔട്ട് ഓഫ് ഡേഞ്ചർ. ആ ഒരു ഫ്ലീ എന്നുള്ള ഫ്യൂഗോ എന്നുള്ള വാക്കാണ് എന്തൊക്കെ വിട്ടുവിടാൻ പറഞ്ഞിട്ടുണ്ട്. ദുർനടപ്പ്, അതായത് ലൈംഗിക മോഹങ്ങള്, അശ്ലീല ചിത്രങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒക്കെ നമ്മളെ പ്രലോഭിപ്പിക്കുന്ന തരത്തിലുള്ള എതിർലിംഗതപ്പെട്ടവരുടെ സാന്നിധ്യം ആവട്ടെ, അല്ലെങ്കിൽ അതുപോലുള്ള ചിത്രങ്ങളോ എന്തെങ്കിലും ആവട്ടെ, അടുത്തുനിന്ന് വിട്ടോടുക. ദുർനടപ്പ് വിട്ടോടുക. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനപ്പാട് വചനമായിരുന്നല്ലോ ആ ലിസ്റ്റിനകത്ത്. 1 കൊരിന്ത്യർ 6:18 ഫ്ലീ ഇമ്മൊറാലിറ്റി. 1 കൊരിന്ത്യർ 6:18. പിന്നെ യൗവനമോഹങ്ങളെ വിട്ടുവിടുവാന്ന് തിമോഥെയോസിനോട് പൗലോസിന്റെ അവസാനത്തെ ലേഖനം 2 തിമോഥെയോസ് 2:22. ഓർക്കാൻ എളുപ്പം 2 തിമോഥെയോസ് 2:22 യൗവനമോഹങ്ങളെ വിട്ടുവിടുവിൻ, ഫ്ലീ യൂത്ത്ഫുൾനെസ് എന്ന് പറയുന്നുണ്ട് സ്പെസിഫിക് ആയിട്ട്. പിന്നെ ഇവിടെ വിഗ്രഹങ്ങളെ വിട്ടോടുവിൻ, ഫ്ലീ. പിന്നെ വേറൊരു കാര്യം കൂടെ ഫ്ലീ ചെയ്യാൻ പറയാം. ഇപ്പം യൗവനമോഹങ്ങളെ വിട്ടോടുന്ന, ദുർനടപ്പ് വിട്ടോടുന്ന ഒരു കാര്യം 1 കൊരിന്ത്യർ 6:18, 2 തിമോഥെയോസ് 2:22. ഇവിടെ വിഗ്രഹങ്ങളെ വിട്ടോടുവിൻ. പിന്നെന്താ വിട്ടോടേണ്ടതെന്ന് വെച്ചാൽ, ഇതേ 1 തിമോഥെയോസിൽ നമ്മളിപ്പോൾ 2 തിമോഥെയോസിലാണല്ലോ, നമ്മൾ 2 തിമോഥെയോസ് 2:22 കണ്ടല്ലോ. 1 തിമോഥെയോസ് 6:11 എന്ത് വിട്ടോടാൻ പറയുന്നുണ്ട്? പണസ്നേഹം, ദ്രവ്യാഗ്രഹം വിട്ടോടാൻ പറയുന്നുണ്ട്. ദ്രവ്യാഗ്രഹം കാണുന്നിടത്ത് വിട്ടോടുക, ഫ്ലീ. അതാ 1 തിമോഥെയോസ്. അത് നമുക്ക് വാക്യം എടുക്കാം, അതുകൊണ്ട് വായിച്ചാൽ അങ്ങ് കൺക്ലൂഡ് ചെയ്യാം. 1 തിമോഥെയോസ് 6:11 നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ അത് വിട്ടോടി. അതെന്ന് പറയുമ്പോൾ എന്തുവാ? ദ്രവ്യാഗ്രഹം. അതിന്റെ തൊട്ട് മുമ്പ് ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമല്ലോ എന്നൊക്കെ 10-ാമത്തെ വാക്യം. ധനികനാകാൻ ആഗ്രഹിക്കുന്നവന് പരീക്ഷയിലൊക്കെ പെട്ടുപോകുന്നൊക്കെയുള്ള കാര്യം. നമ്മള്
ധനികനാകാനുള്ള ഒരു ആഗ്രഹം നമ്മൾ ഓഫ് കോഴ്സ് കഠിനമായിട്ട് അധ്വാനിക്കണം. ദൈവം ദൈവത്തിന്റെ ഹിതത്തിനുള്ളിൽ മാക്സിമം നമ്മൾ സമ്പാദിക്കണം, സേവ് അപ്പ് ചെയ്യണം, എല്ലാം അതിന് ഉറുമ്പിനെ നോക്കി ബുദ്ധി പഠിക്കാനൊക്കെ സദൃശമാക്കിയ 6 അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ വോണ്ട് ടു ബി റിച്ച്, എനിക്ക് കൂടുതൽ വേണം, കൂടുതൽ വേണം, കൂടുതൽ വേണം വെച്ചാൽ ആ ഒരു ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങളോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ എനിക്ക് കൂടുതൽ വേണം, കൂടുതൽ വേണം, കൂടുതൽ വേണം എന്നുള്ള ആ ഒരു ധനികന്, ദോസ് വോണ്ട് ടു ഗെറ്റ് റിച്ച്, അത് ഭയങ്കര അത് പലവിധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അകപ്പെടും. കെണിയിലും പരീക്ഷയിലും അവർ 10 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ആഗ്രഹിക്കുന്ന പരീക്ഷയിൽ അകപ്പെടും, കെണിയിൽ അകപ്പെടും, പരീക്ഷയിൽ കുടുങ്ങും, കെണിയിൽ കുടുങ്ങും. എന്താ മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുന്ന കാര്യം പറയുന്നുണ്ട്. ഇടവരുന്ന മൗഢ്യമായിട്ടുള്ള കാര്യമാണ്, ദോഷകരമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ള പല മോഹങ്ങൾക്ക് ഇരയായി തീരുന്ന കാര്യമാണ് എന്നുള്ളൊരു കാര്യം. അങ്ങനെ ഒരു 10 കാര്യങ്ങൾ ഈ പണസ്നേഹത്തോടുള്ള ബന്ധത്തിൽ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് പറയുന്നത്, അത് നീ വിട്ടോടിയിട്ട് നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവ പിന്തുടരുക. ഇവിടെ വായിക്കുന്നേ 11-ാമത്തെ വാക്യത്തിൽ. അപ്പം ദുർനടപ്പ് വിട്ടോടണം, പണസ്നേഹം വിട്ടോടണം, പിന്നെന്താ വിഗ്രഹങ്ങളെ വിട്ടോടണം. അപ്പം അങ്ങനെ ആ വിഗ്രഹത്തിൻ്റെതായ ചില എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ എന്തിനു പറഞ്ഞു നമ്മളുടെ ഈ വീടിൻ്റെ ഓരോ ഡിസൈനൊക്കെ നോക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു വിഗ്രഹത്തിൻ്റെ ഒരു തരത്തിലുള്ള എന്തെങ്കിലും ഒരു സാമ്യത എന്തെങ്കിലും ഉണ്ടത് പോലും നമ്മളങ്ങ് അവോയ്ഡ് ചെയ്തു. അങ്ങനെ ആർക്കെങ്കിലും ഇപ്പം അങ്ങനൊന്നും അല്ലെങ്കിൽ പോലും അതുപോലൊക്കെ തോന്നിക്കുന്ന രീതിയിലുള്ള ഡിസൈനോ കാര്യങ്ങളൊന്നും വേണ്ട നമ്മുടെ അതിൽ നിന്ന്. ഇപ്പം ആർക്കെങ്കിലും അത് അങ്ങനെ തോന്നിയാലോ അപ്പം അതുപോലും വേണ്ട. നമുക്ക് ഇങ്ങനെ ഡിസൈനും കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യുമ്പോൾ അതുപോലെ ഇങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളോട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിലുള്ള അത് ഈ കൂടുതലും പൂക്കളും ഇലകളും ഒക്കെയുള്ള ഡിസൈനൊക്കെ നമ്മൾ ചൂസ് ചെയ്യുന്നത്. ബാക്കി ഓരോ ഡിസൈനൊക്കെ പലതരത്തിലുള്ള ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞൊക്കെ ഇരിക്കുമ്പോൾ ഇനിയിപ്പം വേറെ എന്തെങ്കിലുമൊക്കെ അതിന് വേറെ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് പൂക്കളും ഇലകളും ചിത്രശലഭവും ഒക്കെ ആകുമ്പോൾ പിന്നെ നമുക്ക് സേഫ് ആണല്ലോ എന്ന് വിചാരിച്ചാൽ പല ഡിസൈനൊക്കെ നമ്മൾ ഗേറ്റിൻ്റെ ഡിസൈനും ബാക്കി ഇവിടെ ഓരോ എന്താ പറയുക CNC കട്ടിങ്ങിൻ്റെ വാഷ് ബേസിൻ അതൊക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അത് നമുക്ക് കൂടുതൽ ഹൃദ്യമായിട്ടുള്ളത്. എന്നാൽ ബാക്കിയുള്ള പലതരത്തിലുള്ള ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയത്തില്ല. നമ്മൾ ആരെയും വിധിക്കാനോ തള്ളാനൊന്നുമല്ല. പക്ഷേ വല്ലാത്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാത്തിലും പലതരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇലൂമിനാറ്റിന്നോ അതാണ്ടൊക്കെ പറഞ്ഞു എന്തെല്ലാം പല പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുമായിട്ടൊന്നും നമുക്കൊരു നമുക്ക് ഉള്ള വിളിച്ചുള്ളിടത്തോളം അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് യാതൊരു ബന്ധവും വേണ്ട. അത് ബിംബാരാധികൾ. പിന്നെ പോഷ്ക്ക് പറയുന്നതിനെ കുറിച്ച് 8-ാമതായിട്ട് പറയുന്ന കാര്യം, നമ്മള് ബിംബാരാധികൾ എന്ന് പറയുമ്പോൾ നമ്മളിപ്പം അന്തിമോച പുസ്തകത്തിൽ വായിച്ചതുപോലെ അക്ഷരമായിട്ടുള്ള ബിംബങ്ങൾ മാത്രമല്ല ദൈവത്തിന്റെ സ്ഥാനം എടുക്കുന്നതല്ല വിഗ്രഹമാണെന്നുള്ള കാര്യവും നമ്മൾ പലപ്പോഴും പറയുന്ന കാര്യം. പണവും സുഖവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്തിനാണോ നമ്മുടെ ഹൃദയത്തിൽ 1-ാം സ്ഥാനം ഉള്ളത് അതാണ് വിഗ്രഹം. ദൈവം തന്നെയാണ് നമ്മുടെ ദൈവമായിട്ടായിരിക്കേണ്ടത്. എന്നാൽ അതിന്റെ സ്ഥാനത്ത് വേറെ എന്തെങ്കിലും പണവോ, അതായത് പണം, മനുഷ്യമാനം, ജടിക സുഖങ്ങളോ അതിനോ കാറ്റഗറി പെടുന്ന ഏതെങ്കിലും കാര്യങ്ങളൊക്കെ വരുന്നതെല്ലാം വിഗ്രഹമായി തീരാം. അതെല്ലാം വിട്ടുകൂടുവാനാണ് കർത്താവ് നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നത്. എന്തിനാ ഇതെല്ലാം പറയുന്നേ? നമ്മൾ കർത്താവിനോട് കൂടുതൽ അടുക്കാനും കർത്താവിന്റെ നിത്യസന്തോഷത്തിൽ ജയിക്കുന്നവരായിട്ട് കർത്താവിന്റെ വലതുഭാഗത്ത് നിത്യപ്രമോദങ്ങളുണ്ടെന്നാണ് നമ്മൾ സങ്കീർത്തനം 16:11 അവിടുത്തെ വലതുഭാഗത്ത് നിത്യപ്രമോദങ്ങളുണ്ട്. കാന്തയായിട്ട് കർത്താവിന്റെ ആ സന്തോഷ പാരമ്യതയിൽ അതിന്റെ സന്തോഷപൂർണ്ണതയിൽ നമുക്കായിരിക്കാനൊക്കെ നമ്മൾ ഈ എന്താ പറയുക, നമുക്ക് ഏറ്റവും നല്ല ഭക്ഷണം മേശപ്പുറത്തുള്ളപ്പോൾ നമ്മൾ ഈ ഉറുമ്പരിക്കുന്ന പുഴുവരിക്കുന്ന ഏതാണ്ട് ചീഞ്ഞളിഞ്ഞ ഭക്ഷണം അവിടെ താഴെ കിടക്കുന്ന വാരി കഴിക്കൂ എന്ന് പറയുന്നത് പോലെ നമുക്ക് ഏറ്റവും മേൽത്തരമായിട്ടുള്ള സന്തോഷം കർത്താവിന്റെ സന്നിധിയിൽ ആനന്ദത്തിന് പരിപൂർണത ഉള്ളപ്പോൾ ഈ ലോകത്തിന്റെ അഴുക്ക് പിടിച്ച ചെളി പിടിച്ച നാറുന്ന കാര്യങ്ങളിലേക്ക് പോകാതെ നമുക്ക് സുബോധമുള്ളവരായിട്ട്, സുബോധമില്ലാത്തൊരു ചിലപ്പം മനസ്സിന് ചില സുബോധത്തിന്റെ പ്രയാസങ്ങളൊക്കെ വരുന്ന ആൾക്കാർ അതുപോലെയൊക്കെയുള്ള വേസ്റ്റ് ഭക്ഷണം, അഴുക്കുള്ള ഭക്ഷണമൊക്കെ എടുത്ത് ചിലപ്പം വാരി തിന്നുമായിരിക്കും. അല്ലെങ്കിൽ അറിവില്ലാത്ത കുഞ്ഞുങ്ങൾ വളരുന്ന പ്രായത്തിൽ അങ്ങനെ ചെയ്യുമായിരിക്കുന്ന പക്വതയുള്ള സുബോധമുള്ളവരാരും അങ്ങനെ ചെയ്യത്തില്ല എന്ന് നമ്മൾ ഭൗതിക ലോകത്ത് പറയുന്നത് പോലെ ആത്മീയമായിട്ട് നമുക്കൊരു ആത്മീയ സുബോധം വരുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിലുള്ള സന്തോഷപൂർണ്ണതയുള്ളപ്പോൾ നമ്മൾ പാപത്തിന്റെ തൽക്കാല ഭോഗം, സന്തോഷ പരിപൂർണത സങ്കീർത്തനം 16:1, പാപത്തിന്റെ തൽക്കാല ഭോഗം എബ്രായർ 11:24-25 വാക്യങ്ങൾ, പാസിംഗ് പ്ലഷേഴ്സ് ഓഫ് സിൻ, കുറച്ച് നേരത്തേക്കുള്ള അതിനു വേണ്ടി നമ്മളുടെ യേശാവിനെ പോലെ നമ്മളുടെ ജന്മാവകാശം വിറ്റുകളയാൻ നമ്മൾ ഇടയാകരുത്. നമുക്ക് മാനസാന്തരത്തോടെ കർത്താവിലേക്ക് വരാം. നമ്മൾ കേൾക്കുന്ന വാക്കുകളൊന്നും നമ്മളെ കുറ്റപ്പെടുത്താനോ കുറ്റം വിധിക്കാനോ നിരാശപ്പെടുത്താനോ അല്ല, മറിച്ച് നമ്മൾ കർത്താവിലേക്ക് മാനസാന്തരത്തോടെ അടുത്ത് വരാൻ വേണ്ടിയാണ്. നമുക്ക് കർത്താവിലേക്ക് അടുത്ത് വരാം. കർത്താവെ, ഞങ്ങളെ
അങ്ങയുടെ അടുക്കിലേക്ക് അടുത്ത് വരുന്നു കർത്താവേ. യേശുവേ. അത് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വേറൊരു കാര്യം തന്നെ, ഡാവിഞ്ചി കോഡ്, അതാ ഞാൻ പറയാൻ വന്നത്. ഡാവിഞ്ചി കോഡ്, ഡാൻ ബ്രൗണ്ട് ഡാവിഞ്ചി കോഡൊക്കെ ഈ എന്താണ് പറയുന്നത്, ജെ.കെ. റൗളിങ്ങിനെ പോലെ തന്നെയുള്ള അതുപോലെയൊക്കെയുള്ള ദൈവവിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ, ഡാവിഞ്ചി കോഡോ ഏതാണ്ടൊക്കെ അതുപോലെയൊക്കെയുള്ള പല തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ലോകത്തുണ്ട്. അപ്പം അങ്ങനെയുള്ള പുസ്തകങ്ങൾ പോലും നമ്മളുടെ ഒന്നും വീട്ടിൽ നിന്നും കണ്ടുപോകരുത്, അല്ലെങ്കിൽ പിന്നെ അതെടുത്ത് കത്തിച്ച് കളയുമോ, വിറ്റ് കളയുകയാണെങ്കിൽ വേറെ ആർക്കെങ്കിലും പോകുമല്ലോ, അതെടുത്ത് കത്തിച്ച് കളയുമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതെ, ദൈവം നമ്മളെല്ലാവരെയും അതിനായിട്ട് സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ യേശുവേ, കർത്താവേ, അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങൾ ഞങ്ങളുടെ വിടുതലിനായിട്ടാണല്ലോ, സ്വാതന്ത്ര്യത്തിനായിട്ടാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഈ ഭൂമിയോട് ബന്ധിച്ചിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കർത്താവേ ഞങ്ങളെ കാണിച്ചു തരണമേ. ആരോടെങ്കിലും കോപമോ പകയോ വിദ്വേഷമോ ഒക്കെ ഉണ്ടെങ്കിൽ കർത്താവേ അതൊക്കെ ക്ഷമിക്കാൻ, ഞങ്ങൾക്ക് എതിരായിട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവേ അവരോട് ക്ഷമ ചോദിക്കാനൊക്കെ ഞങ്ങളെ അങ്ങ് സഹായിക്കണേ കർത്താവേ. നിരപ്പ് പ്രാപിക്കാൻ സഹായിക്കണേ. ഒരു നല്ല മനസ്സാക്ഷിയുള്ളവരായിരിക്കാൻ സഹായിക്കണേ കർത്താവേ. ഭീരുത്വവും അവിശ്വാസവും ഒക്കെ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും കർത്താവെ മാറിപ്പോകട്ടെ. അവിടുത്തെ സ്നേഹത്താലും ജീവജല നദിയാലും പരിശുദ്ധാത്മാവിനെ ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ ദുർനടപ്പും എല്ലാം കർത്താവെ ഓർക്കം ചെയ്യുവാൻ, അതിജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം കർത്താവെ. അന്ധകാരത്തിൻ്റെതായ പല മേഖലകളൊക്കെ ഇന്ന് ലോകത്ത് നിറഞ്ഞഴിഞ്ഞാടുമ്പോൾ കർത്താവെ അതിലേക്കൊന്നും അറിഞ്ഞോ അറിയാതെ പോലും പോകാതിരിക്കാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണം കർത്താവെ. വിഗ്രഹാരാധനയെല്ലാം വിട്ടോടുവാൻ, അങ്ങേക്ക് മാത്രം എല്ലാത്തിലും ഒന്നാം സ്ഥാനം തരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങേ പ്രസാദിപ്പിക്കുന്നവരായിട്ട്, അങ്ങയുടെ ഹൃദയത്തിന് സന്തോഷം നൽകുന്ന കുഞ്ഞുങ്ങളായിട്ട് വളർന്നു വരുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. പ്രത്യേകിച്ച് ഞങ്ങളുടെ ചെറുപ്പക്കാരും കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കെല്ലാം രക്ഷയുടെ ബോധ്യത്തോടെ വളരുവാൻ അവരെ സഹായിക്കണം. അതായി അവർക്ക് വേണ്ടുന്ന എല്ലാ ബോധ്യങ്ങളും അവിടുന്ന് കൊടുത്താട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിതിനെ തരുന്നു. അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തിയായിട്ട് എല്ലാം യേശുവിൻ്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.